ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ എന്ന് പറയുന്നത് കുറച്ചധികം പഴക്കമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ എടുത്തു വെച്ചിട്ട് ഒരു 2-3 ആഴ്ചയോളം ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്രത്തോളം പഴക്കമുള്ളൊരു വീഡിയോ ഞാൻ കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാനും പിന്നെ അതേപോലെ തന്നെ വോയിസ് ഓവർ കൊടുക്കാനുമുള്ളൊരു ബുദ്ധിമുട്ടും കുറച്ചൊരു താമസം വന്നതുകൊണ്ട് തന്നെ ഈ വീഡിയോ ബാക്കിൽ അവിടെ കിടന്നു കേട്ടോ. പിന്നെ നമ്മൾ പുതിയ വീഡിയോകൾ എടുക്കുമ്പോൾ അത് അതിൻ്റെ മുകളിലേക്കായിട്ടല്ല വരുന്നത്. അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഈ വീഡിയോ അവിടെ കിടന്ന് ഇന്ന് എഡിറ്റ് ചെയ്യാം നാളെ എഡിറ്റ് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെച്ച് ഇത്രയും ദിവസങ്ങളായിട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുടംപുളിയാണ് കേട്ടോ. മെയിൻ താരം കുടംപുളി തന്നെയാണ്. കുടംപുളിയുടെ എല്ലാ പ്രോസസ്സിങ്ങും എല്ലാം ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. അതുകൊണ്ട് തന്നെ കുറച്ച് അധികം ലെങ്ത് ആയിട്ടുള്ളൊരു വീഡിയോ ആയത് കേട്ടോ. കുടംപുളി നമ്മൾ മുറിച്ചെങ്ങാണ്ട് മാറ്റിക്കളയണതും അതുപോലെ തന്നെ പുക ഇടുന്നതും പുക തട്ടി ഉണക്കമൊക്കെ ആയി കഴിഞ്ഞ് അത് പാക്ക് ചെയ്ത് വെക്കുന്ന അത്രയും ഉള്ളൊരു ഫുൾ വീഡിയോ ആണ് കേട്ടോ ഇത്. ഈ പ്രാവശ്യം കുടംപുളി പറിക്കാൻ പോകുന്നൊരു വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. നമ്മളിതിൻ്റെ മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് കുടംപുളി പറിക്കാൻ പോകുന്നതും വഴി ഓരോ കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം വീഡിയോ ലെങ്ത് ആകുമെന്ന് വിചാരിച്ച് തന്നെയാണ് ഞാനതൊന്ന് സ്കിപ്പ് ചെയ്തിട്ട്. പിന്നെ അത് ഒരു 6 ബോക്സോളം ഉണ്ട്. നമ്മൾ കറക്റ്റ് വെയിറ്റ് നോക്കാത്ത കാരണം എത്രത്തോളം ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഒരു 6 ബോക്സ് നിറച്ചും കുടംപുളി ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിതെല്ലാം മുറിച്ചെങ്ങാണ്ട് അതിൻ്റെ കാവൊക്കെ കളയണം, അത് മൊത്തം പുകയിടണം. അങ്ങനെ കുറച്ച് അധികം തന്നെ ഒരുപാട് പണിയുണ്ട് കേട്ടോ. ഒരാഴ്ചയോളം ഞാൻ എടുത്ത കഷ്ടപ്പാടിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒരു ലൈക്കെങ്കിലും തരാം കേട്ടോ. ഈ ഒരു സമയത്ത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ലൈക്കെങ്കിലും തരാൻ മടിക്കല്ലേ കേട്ടോ. കാരണം ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്തുള്ളൊരു വീഡിയോ ആണത്. ഈ വീഡിയോ ഞാൻ എടുക്കാനായിട്ട് തന്നെ ഒരാഴ്ചയോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം നമുക്ക് കുറേശ്ശെ ഇത് മുറിച്ച് പുകയത്തിടുന്നതും ഉണക്കുന്നതും എല്ലാം കൂടി ആയിട്ട് എല്ലാം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ബുദ്ധിമുട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്തു വെച്ചതെന്ന്. അപ്പോൾ അതിനെ ഒരു മാനിച്ചിട്ടെങ്കിലും നിങ്ങളൊരു ലൈക്കെങ്കിലും തരണം കേട്ടോ. കാരണം നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഓരോ വീഡിയോയ്ക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയ്ക്കും നമുക്ക് ഒരു മനസ്സിലൊരു സന്തോഷം, ഇനി നമുക്കിതിൽ നല്ല വീഡിയോ അപ്ലോഡ് ചെയ്യണം, വീഡിയോ പിടിക്കണം എന്നുള്ളൊരു മോട്ടിവേഷനും കൂടിയാണ് കേട്ടോ നിങ്ങളെയൊക്കെ കമൻറ്റും ലൈക്കും ഒക്കെ. അപ്പോൾ എല്ലാവരും ഒരു കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യാട്ടോ ഇപ്പം തന്നെ ഒന്ന്. പിന്നെ കമൻറ്റ് ചെയ്യാൻ മടിയുള്ള ആൾക്കാർ ഒരു സ്മൈലി ആയിട്ടെങ്കിലും നിങ്ങളൊരു കമൻറ്റ് രേഖപ്പെടുത്തുക കേട്ടോ. പിന്നെ ലൈക്കും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അങ്ങനെ ഇത് നമ്മളിവിടെ കുടംപുളി മുറിച്ച് 2 ആയിട്ട് മുറിച്ച് അതിൻ്റെ അകത്തുള്ള കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ചധികം നേരത്തെ പണിയാണ് കേട്ടോ. കുറച്ചധികം നേരം എന്നൊന്നും പറയാൻ പറ്റില്ല, മണിക്കൂറുകളോളം നമ്മൾ കഷ്ടപ്പെട്ടിട്ടുള്ളൊരു കഷ്ടപ്പാട് തന്നെയാണ് കേട്ടോ. മുഴുവനായിട്ടൊന്നും വീഡിയോയിൽ പകർത്തിയില്ല, പക്ഷേ എങ്കിലും പരമാവധിയൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാ പുളിയും അത്യാവശ്യം നല്ല പഴുത്ത പുളി തന്നെയാണ് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് പഴുത്ത് ഓവറായിട്ടുള്ള പുളിയൊന്നും ഏതുമില്ല. എല്ലാം അത്യാവശ്യം നല്ല പഴുപ്പ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പരമാവധി ഇന്ന് തന്നെ പുകയിടുവാണെങ്കിൽ അത്രത്തോളം നമുക്ക് നല്ലതായിരിക്കും കേട്ടോ. കാരണം നമുക്ക് പഴകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുളി അവിടെ ഇരുന്ന് അവിഞ്ഞു പോകും കേട്ടോ. ഒരു മണിക്കൂറുകൾ ചെല്ലുന്തോറും പുളിക്ക് വ്യത്യാസം കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നാണ് കേട്ടോ. പിന്നെ കുറച്ചൊക്കെ പുളി നമുക്ക് വേണ്ടവർക്കൊക്കെ ആവശ്യമുള്ളവർക്കൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള പുളിയെല്ലാം ഞങ്ങൾ തന്നെ ഉണക്കി എടുത്തു വെച്ചു കേട്ടോ. പിന്നെ മുറിച്ച് നമുക്ക് കളഞ്ഞെടുക്കാനൊക്കെ ആയിട്ട് ഞാനും ഉമ്മച്ചിയും ഇക്കായും ഞങ്ങൾ 3 പേരും ഒരുപോലെ ഇരുന്നാണ് കേട്ടോ മുറിച്ചെടുത്തതൊക്കെ. പിന്നെ പുകയിടുന്ന സമയത്ത് ഉമ്മച്ചിക്ക് അങ്ങനെ ഒത്തിരി പുകയടിക്കാൻ പാടില്ല. ഇവിടെ കൊച്ചിനൊന്നും പുകയടിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെയൊക്കെ പരിഗണിച്ചിട്ടാണ് ഞാൻ പുകയിട്ടുകൊണ്ടിരുന്നത്. പിന്നെ നമുക്കിവിടെ കുടംപുളി ഉണക്കാനാണെങ്കിലും അതേപോലെ തന്നെ മഴയൊക്കെ സമയത്ത് ജാതിക്ക, കൊക്കോക്ക അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമ്മൾ ഉണക്കിയെടുക്കുന്നത് അടുക്കളയിൽ നമ്മൾ സ്ഥിരമായിട്ട് പാചകം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അടുപ്പ് തന്നെയാണ് കേട്ടോ നമ്മളിതൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ മുകൾവശത്ത് 3-4 കട്ട കയറ്റി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് തകരത്തിൻ്റെ ഷീറ്റ് ഇട്ടിട്ടാണ് ജാതിക്ക ഉണക്കുന്നതും അതേപോലെ തന്നെ കൊക്കോക്ക ഉണക്കുന്നതും ഒക്കെ. അപ്പോൾ കൊക്കോ ഉണക്കുന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഒന്ന് കയറി കണ്ട് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ നമ്മുടെ ചാനൽ. കാരണം ഇതുപോലുള്ള വീഡിയോ നമ്മൾ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേജിലൊന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ അത്തരം വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ കയറി കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് കയറി കാണാം കേട്ടോ. പിന്നെ ഈ പ്രാവശ്യം നമുക്ക് ഇത്രയും പുളി കൊണ്ടുവന്നിട്ടും നമുക്ക് ഉണക്കിയെടുക്കാൻ സൗകര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തന്നെയാണ് കേട്ടോ ചിന്തിക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ പുളി മുറിക്കുന്ന ഒരു സമയം വൈകുന്നേരമായിരുന്നു കേട്ടോ. അതായത് ഒരു 4:30-5:30 ഇതിൻ്റെ ഒരിടക്കാണ് കേട്ടോ നമ്മൾ ഈ പുളി മുറിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് അടുപ്പുണ്ടാക്കാനും പുകയടുപ്പുണ്ടാക്കാനും ഒന്നിനുള്ള സൗകര്യമില്ല. നമുക്ക് ഇത്രയൊക്കെ ഉണക്കാനുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ നമുക്ക് ഇതുവരെയും പുകപ്പരയില്ല കേട്ടോ. പിന്നെ ഇതൊന്നും നമ്മുടെ സ്വന്തമായിട്ടുള്ളതൊന്നും അല്ല. നമ്മളിത് ഓരോ പറമ്പ് അടങ്കലിന് മേടിക്കുകയും കാശ് കൊടുത്ത് മേടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇത് കൊണ്ടുവന്ന് പറിച്ച്
അതേപോലെ തന്നെ ഉണക്കി അതിൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും എല്ലാം നമ്മൾ തന്നെ നടത്തുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടായിരുന്നു നമുക്ക് പുകപ്പുര ഒന്നും കെട്ടിയിട്ടൊന്നുമില്ല. നമ്മൾ പിന്നെ എല്ലാ വർഷവും ഇതുപോലെ എല്ലാം ഉണ്ടാകുമെന്നൊന്നും അറിയില്ലല്ലോ. ജീവിക്കാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം അത്രയല്ലേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ സഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഒരു ബോക്സോളം ഇത് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടുപ്പിൽ നമ്മൾ പാചകം ചെയ്യുന്ന അടുപ്പിൽ തന്നെ രണ്ടടുപ്പിലും ഒരുപോലെ തീ കത്തിച്ച് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചേര് കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു ചേര് കെട്ടുന്ന വീഡിയോയും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പുളിയുടെ ഒരു വീഡിയോ ഉണക്കുന്നതും പുളി മുറിക്കണം ഇതൊക്കെ ആയിട്ടുള്ള ചെയ്ത ഒരു സമയത്ത് തന്നെ അതിൻ്റെ അകത്ത് ഞാൻ ചേര് കെട്ടി ഉണ്ടാക്കുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇതിൻ്റെ പരിപാടികളൊന്നും നേരത്തെ ഒന്നും അറിയില്ല കേട്ടോ. ഇതൊക്കെ ഇക്കാടെ വീട്ടിൽ വന്നേ പിന്നെ ഇക്കാടെ ഉമ്മച്ചിയുടെ അടുത്തുനിന്ന് പഠിച്ച് ഉണ്ടായതാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ ഉമ്മച്ചി തന്നെയാണ് ചേര് കെട്ടുന്നതൊക്കെ പറഞ്ഞു തന്നതും. ആദ്യം ഒരു ചേര് ഉമ്മച്ചി കെട്ടണ ഒരു വിധം പറഞ്ഞു തന്നു. അതിൻ്റെ ഒരു സൈഡ് മൊത്തം കെട്ടിയും തന്നു, മറ്റേ സൈഡ് ഞാനും കെട്ടിയിട്ടോ. പിന്നെ ഞങ്ങളത് പുകയിട്ട് കഴിഞ്ഞ് ആദ്യത്തെ ചേര് കത്തിപ്പോയി. പുളിയൊന്നും ഭാഗ്യത്തിന് കത്തിപ്പോയില്ല. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചേര് ഉണ്ടാക്കിയിട്ടോ. ഇനിയിപ്പോൾ ഇത്രയും പുളി ഉണക്കണ ഒരു സമയത്ത് എത്ര ചേര് കെട്ടേണ്ടി വരുമെന്നാണ് പുളി കൊണ്ടുവന്നപ്പോൾ തന്നെ ആദ്യം ചിന്തിച്ചത് കേട്ടോ. കാരണം നമ്മളെ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ആൾ തീ പിടിക്കും. പുളി കത്തിയില്ലെങ്കിലും വിറകാണ് നമ്മൾ ചേരായിട്ടിട്ടത്. കമ്പിയൊന്നും അല്ലായിരുന്നു കേട്ടോ. കമ്പിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തീ കയറി പിടിക്കില്ല, പുളിയാണ് കേട്ടോ കത്തിപ്പോകുള്ളൂ. പക്ഷേ വിറകായി കഴിയുമ്പോൾ നമുക്ക് ചെറിയ ഒരു ചൂട് കഴിയുമ്പോൾ തന്നെ വിറകിലിട്ട് തീ പിടിക്കുമ്പോൾ പിന്നെ പുളിക്കൊന്നും കംപ്ലൈൻറ്റ് വരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടിയിൽ വിറക് വെച്ചിട്ടാണ് ചേര ഉണ്ടാക്കിയത്. അതാകുമ്പോൾ നമുക്കൊരു പരിധി വരെ തീ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള തീ കൊടുക്കുകയുള്ളൂ കേട്ടോ. പിന്നെ ജസ്റ്റ് നമുക്ക് വീട്ടിലാണെങ്കിലും വേറെ പണികളൊക്കെ കാണും. നമുക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ വേറെ അടുപ്പത്ത് പുകയാണെങ്കിലും ഗ്യാസിലും സ്റ്റൗവിലും അതുപോലെ തന്നെ തൽക്കാലത്തിന് പുറത്തൊക്കെ അടുപ്പൊക്കെ തീയൊക്കെ കത്തിച്ചാണ് ഈ ഒരു സമയത്ത് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നമ്മൾ വേറൊരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ തീ ആളിപ്പിടിക്കും. അപ്പോൾ അതിൻ്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. ഈ പുളിയുടെ കാര്യത്തിൽ അത് മാത്രമേ ഉള്ളൂ. ആദ്യം ഈ കുടംപുളി ഇങ്ങനെ മുറിക്കുന്ന സമയത്ത് തന്നെ ഓരോന്നോരോന്ന് മുറിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള കായ് കളഞ്ഞിട്ടാണ് കേട്ടോ ബോക്സിലേക്ക് ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ കുറേ അങ്ങനെ മുറിച്ച് കഴിഞ്ഞപ്പോൾ തോന്നി അതിനേക്കാളും എളുപ്പം ഒരുപാട് അങ്ങോട്ട് മുറിച്ച് കൂട്ടിയിട്ടിട്ട് പിന്നെ അതിൻ്റെ അകത്തുള്ള കളയണയാണെന്ന് തോന്നി കേട്ടോ. പിന്നെ കുറേ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ട്രിപ്പിൽ പുകയിടാനായിട്ട് ഒരു ബോക്സ് നിറച്ച് വേണം കേട്ടോ. കാരണം അടുക്കളയിൽ നമുക്ക് അത്രയും സൗകര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബോക്സ് നിറച്ച് അതിൽ കൂടുതലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഒരു ബോക്സ് കുറയാതെ തന്നെ നമുക്ക് വേണമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ കുത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ അതേ ഒരു അര ബോക്സോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പുകയിടുന്നത് രാത്രിയാണ് കേട്ടോ. സാധാരണ പകലൊക്കെയാണ് പുകയിടാറ്. രാത്രി നമ്മൾ കുറച്ച് നേരം ഫ്രീ ആയിട്ടിരിക്കണമല്ലോ. അപ്പോൾ ആ ഇതിന് വേണ്ടിയിട്ട് രാത്രി ഫ്രീ ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ രാത്രി അങ്ങനെ പുകയിടാറില്ല. പക്ഷേ ഇന്ന് നേരെ തിരിച്ചാണ് കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ വൈകുന്നേരം വരെ പുകയിട്ടിട്ടില്ലല്ലോ, ഇപ്പോഴല്ലേ പുളി കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രിക്കത്തേക്കാണ് കേട്ടോ പുകയിടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ബോക്സ് നിറച്ച് വേണം. അപ്പോൾ അതിനുള്ളൊരു തിരക്കിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു ബോക്സോളം ആക്കിയെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇനി അങ്ങോട്ട് പുകയിടുന്ന ഒരു കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് നോക്കാം. ഒരര ബോക്സോളം പുളി മുറിച്ച് അതിൻ്റെ കളഞ്ഞെടുപ്പത്തേക്കും ഒരുപാട് അകത്തുള്ള ഉണ്ടല്ലോ അതൊരുപാടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് കുറേ വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളയാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളിതെല്ലാം കൂടെ തീരുവോളം നിന്ന് കഴിഞ്ഞാൽ ഒരുപാടാകും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പുളിയുടെ വെള്ളത്തിന് ഭയങ്കരമായിട്ടും കാരമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കുറേ വാരി അത്രയും കുറേ വാരി കൊണ്ടുപോയി കളഞ്ഞു. പിന്നെ അത് കഴിഞ്ഞത് കുറേ പുളി വീണ്ടും മുറിച്ച് കൂട്ടാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ മുറിച്ച് കൂട്ടിയിട്ടിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ അകത്തുള്ള കളഞ്ഞ് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരുപാട് അങ്ങോട്ട് മുറിച്ചിട്ടിട്ട് പിന്നെ അതിൻ്റെ കളഞ്ഞെടുക്കണേ.
തിരക്കിട്ട പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇതേ ഇവിടെ ഒരാൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലില്ലാത്തൊരു സാധനമാണ് ഈ സാധനത്തിന്. ഇവിടെ എങ്ങും കാണാറില്ല കേട്ടോ. തോട്ടപ്പുഴുവാണ് കേട്ടോ ഇത് പുളി പറിക്കുന്ന ആ ഒരു പറമ്പിൽ അവിടെ ആ ഒരു നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അവിടെ നിറച്ചായിട്ടുമുണ്ട്. വെള്ളമൊക്കെ ഉള്ളൊരു ചെറിയ തണുപ്പൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിറച്ചുണ്ട് കേട്ടോ. പിന്നെ കൂടുതലും ഇങ്ങനത്തെ കണ്ടിട്ടുള്ളത് ഹൈ റേഞ്ചിലാണ് കേട്ടോ. ഹൈ റേഞ്ചിലേക്ക് എപ്പോഴും കാണാറുണ്ട് അതിനെ. അങ്ങനെ ആ ഒരു പുളിയുടെ ആ വെള്ളത്തിൽ കുറച്ച് നേരമായിട്ട് അത് കിടന്നുള്ളപ്പോഴത്തേക്കും തന്നെ അത് ചത്തുപോയി കേട്ടോ. ഈ പുളിയുടെ വെള്ളത്തിന് ഭയങ്കര കാരമല്ലേ കുടംപുളിയുടെ വെള്ളത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം 2-3 മിനിറ്റ് മാത്രമേ അവിടെ നിന്നുള്ളൂ കേട്ടോ. അങ്ങനത്തെ കുറേ ഇറങ്ങി വന്നുണ്ടായിരുന്നു കേട്ടോ പുളീൻ്റെ ഇടയിൽ കൂടെ. അങ്ങനെ കുടംപുളി ഇത് പൊളിച്ച് ഒരു 3/4 ബോക്സോളം ആയി കേട്ടോ. അപ്പോൾ ഇത് ബോക്സ് നിറഞ്ഞ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കൊണ്ടുപോയി പുകയിടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് പെട്ടെന്ന് ചെയ്യണമുണ്ട്. പക്ഷേ അങ്ങോട്ട് ആവണില്ലാന്നേ ഉള്ളൂ കേട്ടോ. ഒരുപാട് നേരം ഇങ്ങനെ ഇരുന്ന് കുത്തി കഴിഞ്ഞപ്പോഴത്തേ മടുത്തു തുടങ്ങി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും പുകയത്തേക്ക് കൊണ്ടുപോയിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ആ കുത്തി എടുത്തതിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ ആ വേസ്റ്റ് ആദ്യം കൊണ്ടുപോയി കളയണം. എന്നിട്ട് വേണം കേട്ടോ. ആദ്യം നമ്മൾ കുറേ കൊണ്ടുപോയി കളഞ്ഞതാണ്. അപ്പോൾ അത് രണ്ടാമത് ഇത്രത്തോളം വേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ വേസ്റ്റും കൂടെ കൊണ്ടുപോയി കളയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും പണിയും കൂടെ പിന്നെ കുറഞ്ഞ് കിട്ടുമല്ലോ. കാരണം അത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മാതിരി ചെറിയൊരു ഈച്ചയുണ്ടല്ലോ, അതവിടെ വന്ന് പൊതിഞ്ഞ് നിറച്ചും ആയിട്ട് ഈ ഈച്ചകളായിട്ടിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് പുറത്തിറങ്ങുമ്പോഴൊക്കെ ഒരു ഭയങ്കര മണവും ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേസ്റ്റ് ആദ്യം കൊണ്ടുപോയി കളഞ്ഞു. പിന്നെ ആയിട്ടുള്ള പുളി മുറിച്ചെടുത്തിട്ടുള്ള പുളി നമുക്ക് പുകയത്തേക്ക് ഇടാനായിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഇതേ 2 അടുപ്പും ഇതാണ്. ഒരടുപ്പത്ത് മാത്രമാണ് കേട്ടോ ഞങ്ങൾ പാചകം ചെയ്യണത്. കാരണം മറ്റേ അടുപ്പ് കുറച്ചൊക്കെ പൊളിഞ്ഞിരിക്കുന്നതാണ്. അതിൻ്റെ കമ്പിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അവിടെ എന്തെങ്കിലും വലിയ കലമൊക്കെ വെക്കുന്ന സമയത്ത് അവിടെ കല്ലെന്തെങ്കിലും വെച്ചെങ്ങാണ്ട് അതിൻ്റെ പുറത്ത് വയ്ക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഈ അടുപ്പിൻ്റെ പുറത്തായിട്ട് ഇതുപോലെ ഒരു 6 കല്ല് വയ്ക്കും. എന്നിട്ട് അതിൻ്റെ പുറത്ത് ചേര് വെച്ചിട്ട് ചേരിൻ്റെ പുറത്താണ് കേട്ടോ പുളി ഇടുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഞങ്ങൾ കൊക്കോ ഉണക്കുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ കല്ല് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് തകരത്തിൻ്റെ ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കൊക്കോ ഉണക്കും. അതേപോലെ തന്നെ ആ ഒരു സെയിം കല്ല് തന്നെയാണ് കേട്ടോ നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ അടുക്കളേൻ്റെ താഴത്ത് വിറകൊക്കെ ഉണക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ നമ്മൾ ആവശ്യം കഴിയുമ്പോൾ എടുത്ത് കയറ്റി വെക്കും. ആവശ്യമുള്ളപ്പോൾ അവിടെ നിന്ന് എടുക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറ്. അങ്ങനെ അതേ കല്ല് കയറ്റി വെച്ചു, അതിൻ്റെ പുറത്ത് ചേരിട്ട് വെച്ചു കേട്ടോ. അങ്ങനെ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇനി പുളി എടുത്തു കൊണ്ടുപോയിങ്ങാണ്ട് അടുക്കി നിറച്ച് വെക്കണം. എന്നിട്ട് വേണം നമുക്ക് പുക കൊടുക്കാനായിട്ട്. ബോക്സ് നിറച്ച് കുടംപുളി മുറിച്ച് വെച്ച കാരണം തന്നെ അകത്തേക്ക് എടുത്തു കൊണ്ടുപോകാനായിട്ട് അതൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം ഇത്രയും ബോക്സ് നമുക്ക് അങ്ങോട്ട് പൊക്കിയെടുക്കണമെങ്കിലും പിന്നെ അതിൻ്റെ അകത്തുള്ള വെള്ളം ഉണ്ടല്ലോ അതിങ്ങനെ വിറ്റി വീണുകൊണ്ടിരിക്കും കേട്ടോ. ബോക്സിൻ്റെ അടിയൊക്കെ മൊത്തം ഗ്യാപ്പ് ഉണ്ടല്ലോ, അതുകൊണ്ട് അപ്പോൾ ബക്കറ്റിലാകുമ്പോൾ നമുക്ക് അകത്തേക്കൂടെ ഒന്നും ആവാണ്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കറ ചാടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വെളുത്തിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധിയൊക്കെ അകത്ത് എവിടെയും ചാടിക്കാതെ വേണം, ശ്രദ്ധിച്ച് വേണം കൊണ്ടുപോകാനെന്ന് വിചാരിച്ചാണ് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ബക്കറ്റ് എടുത്തത്. പിന്നെ ഈ ഒരു സമയത്ത് പുകയിടുന്ന ഒരു സമയത്ത് ഉമ്മച്ചിയും ഇക്കായും ഒന്നും വീട്ടിലുണ്ടായില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ചെയ്ത് കാരണം ചെറിയ ബക്കറ്റ് നോക്കിയും അതിലേക്ക് നിറച്ച് പെറുക്കിയെടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ ചേരിൻ്റെ പുറത്ത് കൊണ്ടുപോയി വെച്ചത്. അപ്പോൾ ഇനി ഇതിൻ്റെ പുറത്ത് നിറച്ച് നമ്മൾ പുളി നിരത്തിയിട്ട് വേണം അടിയിൽ പുകയിടാനായിട്ട്. കാരണം ആദ്യം പുകയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിരത്തുന്ന സമയത്ത് കണ്ണിലേക്കൊക്കെ പുകയടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് കേട്ടോ ആദ്യം പുളി കൊണ്ടുപോയി ഇടുന്നത്. അപ്പോൾ അടിയിൽ ഒരു നേരം ഞാൻ ഫുള്ളും കമത്തിയാണ് കേട്ടോ വെച്ചത്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കമത്തി ആയാലും മലത്തി ആയാലും കുഴപ്പമില്ലല്ലോ.
അങ്ങനെ കുറേശ്ശെയായി ബക്കറ്റിൽ എനിക്ക് പൊക്കിയെടുക്കാൻ പാകത്തിന് ഒരു കുഞ്ഞു ബക്കറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോ ബക്കറ്റ് കൊണ്ടുവന്ന് ഇവിടെ കുടംപുളി ഇതേ ചേരിൻ്റെ പുറത്ത് ഞാൻ അത്യാവശ്യം നിറച്ച് തന്നെ വെച്ചു കേട്ടോ. നമുക്ക് പുക കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ഞാനിതേ മുകളിലേക്കായിട്ട് ഇത്രയും തോളം വെച്ചിട്ടുണ്ട്. ഇനി ഈ പറ്റുന്ന അത്രയും സൈഡിൽ കൂടെയും ഒക്കെ വെച്ചിട്ട് വേണം നമുക്ക് പുക കൊടുക്കുന്നതിന് മുമ്പ് തുണിയൊക്കെ വെച്ച് മൂടിയിട്ട് വേണം കേട്ടോ. ശരിക്കും ഒന്ന് പുക കയറി കഴിഞ്ഞിട്ട് ഒരു തുണി വെച്ച് മൂടിയിട്ട് വേണം നന്നായിട്ടിരുന്ന് 2 ദിവസത്തോളം ഇരുന്ന് പുക അടിച്ചാലാണ് കേട്ടോ ശരിക്കും ഒരു കളറായി കിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വെയിലുണ്ടെന്നുണ്ടെങ്കിൽ വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം, അതല്ലെങ്കിൽ ചൂട് തട്ടിച്ചെങ്ങാണ്ട് ഉണക്കാം. അതായത് 2 ദിവസം നമ്മൾ ഫുള്ളായിട്ട് പുക കൊടുത്ത് വേണം ഉണക്കിയെടുക്കാനായിട്ട്. നമുക്ക് പുകപ്പരയാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. പുകപ്പരയിലേക്ക് തട്ടിലേക്ക് പുളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിയിൽ പുക കൊടുക്കാം. കുറച്ചത് ഉയരത്തിലല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒന്ന് കത്തി കഴിഞ്ഞാലും പുളിയിലേക്ക് പെട്ടെന്ന് ചാടി പിടിക്കില്ല കേട്ടോ തീയൊന്നും. പക്ഷേ ഇതാകുമ്പോൾ നമ്മളെപ്പോഴും സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. കാരണം ഒരു കട്ടയുടെ നമ്മൾ വിറകടുപ്പിൽ നിന്ന് ഒരു കട്ടയുടെ ഒരു പൊക്കത്തിലാണ് നമ്മൾ ചേരി വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ആ വിറക് കുറച്ചധികം കത്തിക്കഴിഞ്ഞാൽ നേരിട്ട് നമ്മൾ ചേരിലേക്ക് കത്തിപ്പിടിക്കും. ചേരെല്ലാം വിറക് കഷ്ണം തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് കത്തിപ്പിടിക്കാനും അത് കനലാകാനും വേഗം കഴിയും കേട്ടോ. അതുകൊണ്ട് നമ്മളെപ്പോഴും സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ 2 ദിവസം മുഴുവനായിട്ടും പുക കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ചെറിയ രീതിയിൽ ഒരു തീ കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതേ പരമാവധി ഇതിൻ്റെ മുകളിലിട്ട് എത്രത്തോളം വെക്കാൻ പറ്റുമോ അത്രത്തോളം വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് പുളി കൊണ്ട് ഉണക്കിയെടുക്കാനായിട്ട്. അപ്പോൾ കുറേ ഉണങ്ങുന്ന അത്രയും നമ്മളിപ്പോൾ പുതിയത് കൊണ്ടുവന്ന ആ ഒരു സമയത്ത് മുറിച്ച് പെട്ടെന്ന് തന്നെ പുകയിലേക്ക് കയറ്റുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കളർ പിടിക്കും കേട്ടോ. നമ്മൾ താമസിക്കും തോറും നമുക്കതിന് കളർ കുറഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ പുക കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം കളർ പിടിക്കും കേട്ടോ. പുക കളറായി കഴിഞ്ഞാൽ പിന്നെ കുടംപുളി അങ്ങനെ പെട്ടെന്ന് കേടായി പോകുമൊന്നുമില്ല. അതിനൊരു ബലം പുക ചെല്ലുന്തോറും കുടംപുളിക്ക് ബലം കൂടുകയേ ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെ അതേ തീ കത്തിക്കാനായിട്ട് ചകിരിയൊക്കെ പുറത്ത് പോയി എടുത്തുകൊണ്ടുവന്നു. കുറച്ച് ചകിരിയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കാടൊക്കെ വെട്ടിങ്ങാണ്ട് പച്ചപ്പുല്ലുമൊക്കെ ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഉള്ള ചകിരി എടുത്തുകൊണ്ട് വന്നത് കേട്ടോ, തീ കത്തിച്ച് പിടിപ്പിക്കാനായിട്ട് മാത്രം. അങ്ങനെ ഇനി 2 അടുപ്പിലും തീ കൊടുക്കണം. എന്നിട്ട് കുറച്ച് പുകയൊക്കെ കയറ്റിയിട്ട് വേണം തുണി വെച്ച് മൂടി വയ്ക്കാനായിട്ട്.
അങ്ങനെ ദേ ആദ്യത്തെ ട്രിപ്പ് കുടംപുളി ഞാൻ പുകയത്തേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുകയണുണ്ട് കേട്ടോ. ചകിരിക്കല്ലെങ്കിലും പ്രത്യേകിച്ച് നല്ല പുകയായിരിക്കും. പിന്നെ നമ്മൾ കുറച്ചധികം തന്നെ കത്തി വരുവാണെന്നോ അതല്ലെങ്കിൽ കുറച്ച് കനൽ കൂടുതലുണ്ടെന്നൊക്കെ തോന്നുകയാണെങ്കിൽ കുറേശ്ശെ വെള്ളമൊക്കെ കുടഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാകത്തിന് പുകയായിട്ട് അവിടെ നിൽക്കും കേട്ടോ. ചകിരി ആകുമ്പോൾ പെട്ടെന്ന് ആളി കത്താൻ സാധ്യതയുണ്ട്. കാരണം നല്ല ഉണക്കമുള്ള ചകിരി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേ ഒരു കഷ്ണം വിറക് രണ്ടടുപ്പിലും ഞാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നിറച്ചും ചകിരി വാരി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുകയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ടാണ് ഞാനത് മൂടി വെച്ചിട്ടുള്ളത് കേട്ടോ. പുക ഒത്തിരി ആകുമ്പോൾ പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ തീ കൊടുത്ത ഒരു സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പുകഞ്ഞൂന്നേ ഉള്ളൂ കേട്ടോ. ആ പുക കൊടുത്ത സമയത്ത് ഒത്തിരി പുക അങ്ങോട്ട് കയറി വന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അകത്തിനുള്ള പുകയാണ്. പുക ഉള്ളത് മൊത്തം നമ്മുടെ തുണിയുടെ അകത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് 2 ദിവസം ഇങ്ങനെ മൂടി വെച്ചിട്ട് വേണം പുകയിട്ട് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഞാൻ നൂൽച്ചാക്കില്ലാത്ത കാരണം കോട്ടൻ്റെ തുണി വെച്ചതേ ഉള്ളൂ. നൂൽച്ചാക്കാണ് കേട്ടോ നമുക്ക് വേണ്ടത്. നൂൽച്ചാക്കാണെങ്കിലും കോട്ടൺ തുണിയായാലും കുഴപ്പമില്ല. രണ്ടിലേതെങ്കിലും ഒന്ന് നമ്മൾ വെച്ച് കൊടുത്താൽ മതി. അങ്ങനത്തെ തുണിയൊക്കെ ഇട്ട് മൂടിയിട്ടുണ്ട്. ഇനി അതവിടെ ഇരുന്ന് സാവകാശം പുകയൊക്കെ ഒന്ന് കയറി പിടിക്കട്ടെ കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു പുക ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യത്തെ ഒരു പുക കഴിഞ്ഞിട്ട് ആ ഒരു പുക തന്നെ 2-3 മണിക്കൂർ നേരം ഇരുന്നു കേട്ടോ. ഏകദേശം കിടക്കാനൊക്കെ ഉള്ള ഒരു സമയമായപ്പോഴത്തേക്കും രാത്രിയിലാണ് ഞാൻ പുക ഇട്ടത്. ഒരു 7-7:30 ആയപ്പോഴാണ് കേട്ടോ ആദ്യത്തെ പുക കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നല്ല തീയും നല്ല ചൂടുമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിൻ്റെ ചെറിയ രീതിയിലുള്ള പുകകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരൊറ്റ ട്രിപ്പ് പുക ഇട്ട് കഴിഞ്ഞിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഇത് ചെറിയ രീതിയിലൊക്കെ കളറ് പിടിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്നും കളറ് പിടിച്ചിട്ടില്ല കേട്ടോ. ഈ പുറമെ കാണുന്ന കുടംപുളീനേക്കാളും അകത്തുള്ള പുളി കുറച്ചും കൂടെ നന്നായിട്ട് തന്നെ പുക കയറിയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും അടിയിൽ നമ്മൾ ഇട്ടായിരുന്ന ആ ഒരു നിര അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുക കയറി പിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, അതിലേറ്റവും കനം കുറഞ്ഞ പുളിയൊക്കെ അത്യാവശ്യം നല്ല ഉണക്ക് പോലെ ആയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ഉണക്ക് കുറവ് മാത്രമേ ഉള്ളൂ, എങ്കിലും ഒരു 3/4ഓളം ഉണക്കായിട്ടുണ്ട് കേട്ടോ. ഒറ്റ പുകയ്ക്ക് തന്നെ നല്ല കട്ടിയുള്ള ടൈപ്പ് കണ്ടോ. ഇത് ഒട്ടും ഉണക്കാവാത്തതാണ് കേട്ടോ. അപ്പോൾ മുകളിൽ കിടന്നത് മാത്രം കുറച്ച് പുക കുറവുള്ളൂ. ഉള്ളിലൊക്കെ ഉള്ളതൊക്കെ നന്നായിട്ട് തന്നെ പുക കയറിയേക്കണെയാണ്. അപ്പോൾ നമ്മൾ കുറേശ്ശെയായിട്ട് ഇതിങ്ങനെ മറച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് രണ്ടും കൂടെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നതാണ്. കാരണം നമുക്ക് ഒരുപാട് പച്ച ഇനിയും പുളി ഉണക്കാത്തതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. കാവൊക്കെ കളഞ്ഞ് രണ്ടായിട്ട് മുറിച്ച് വെച്ചേക്കണെയാണ്. അപ്പോൾ ഇനി അതും കൂടെ കൊണ്ടുവന്നെങ്ങാണ്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സൈഡിലും കൂടെ ഒരു സൈഡിലേക്ക് മാറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ അത്യാവശ്യം പുക കളർ ആയേക്കണതൊക്കെ മുകളിലേക്ക് വെച്ചിട്ട് ആവാത്തതൊക്കെ അടിയിലേക്ക് വെച്ച് കൊടുക്കണതാണ് കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അത് തിരിഞ്ഞ് മാറ്റി രണ്ടും കൂടെ നമുക്ക് എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം. എന്നിട്ട് വേണം പച്ച കുറച്ചും കൂടെ പുകയിടാനുള്ളത് ഒരുപാടുണ്ട്. അപ്പോൾ പരമാവധി കൊള്ളുന്ന അത്രയും കൂടെ ഈ സൈഡിൽ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്.
അങ്ങനെ അതേ കുടംപുളി നമ്മൾ നിരത്തി വെച്ചിട്ടുള്ളതെല്ലാം ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടു. അത്യാവശ്യം പുക കയറിയതൊക്കെ ഞാനൊരു സൈഡിലേക്ക് മാറ്റി കൂമ്പാരം പോലെ കൂട്ടി വെച്ചേക്കാണ്. ഉണങ്ങുന്നതിനനുസരിച്ച് നമുക്ക് സ്പേസ് കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. കാരണം ഇത്രയും പൊക്കം ഉണ്ടാകില്ല. ഉണങ്ങി കഴിയുന്ന സമയത്ത് അത് കുറച്ചും കൂടെ ചെറുതായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ അതേ മറ്റേ സൈഡ് ഫുള്ളും ഫ്രീ ആയിട്ട് എടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ രണ്ടടുപ്പിലും പിന്നെ നമ്മളൊന്നും കൂടെ പുകയൊക്കെ കൊടുത്തു. പുകയിട്ട് കഴിഞ്ഞിട്ട് ഇതേ പുറത്തുനിന്നുള്ള പുളി കാവ് കളഞ്ഞ് ഇട്ട് വെച്ചേക്കണേ ആ ബോക്സിൻ്റെ അകത്തുനിന്ന് ഞാൻ പുളി ഒരേ ബക്കറ്റായിട്ട് ഇങ്ങനെ കോരി എടുത്ത് കൊണ്ടുവന്നു കേട്ടോ. ഇനി നമുക്ക് അടിയിലൊരു നിര മൊത്തം നമ്മൾ കമത്തി ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അടിയിൽ നിന്ന് പുക കയറിയിട്ട് പെട്ടെന്ന് പുക പിടിക്കും കേട്ടോ. ഉള്ളുഭാഗത്തേക്കൊക്കെ നന്നായിട്ട് പുക പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് അടിയിലൊരു ട്രിപ്പ് അങ്ങനെ വെച്ചത്. പിന്നെ നമ്മൾ ഒരുപാട് പുളിയുള്ള കാരണം തന്നെ കുറേയൊക്കെ ശ്രദ്ധയിൽപ്പെടാതെ മലന്ന് കിടക്കണയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കാണുന്ന സമയത്ത് അത് തിരിച്ചിട്ട് കൊടുക്കും. അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ. ഇത് അപ്പുറത്തെ സൈഡിലുള്ള നമ്മൾ നേരത്തെ തലേ ദിവസം രാത്രി ഇടുന്ന സമയത്ത് മുഴുവനായിട്ടും ഞാൻ പുകയിട്ടത് അത് ഒരു സൈഡിലേക്ക് മാറ്റി പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ പച്ചപ്പുളി ഒട്ടും പുക കയറാത്ത പച്ചപ്പുളി കൊണ്ടുവന്ന് ഈ സൈഡിലേക്ക് ഇടുന്നത്. അപ്പോൾ രാവിലത്തെ ചായയും കടിയൊക്കെ സ്റ്റൗവിലും ഇൻഡക്ഷൻ കുക്കറിലൊക്കെ ആയിട്ട് അത് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഉച്ചയ്ക്ക് കഞ്ഞിക്കുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് ഒരു എക്സ്ട്രാ ഒരു അടുപ്പ് 2-3 കല്ലൊക്കെ വെച്ചെങ്ങാണ്ട് എക്സ്ട്രാ ഒരു അടുപ്പ് ഉണ്ടാക്കി അതിൽ വിറക് കത്തിച്ചിട്ടാണ് കേട്ടോ കഞ്ഞിയൊക്കെ വെക്കുന്നത്. ചോറ് മാത്രമാണ് കേട്ടോ പുറത്ത് അങ്ങനെ എക്സ്ട്രാ അടുപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ വെക്കുന്നത്. ബാക്കി കറികളൊക്കെ ഇൻഡക്ഷൻ കുക്കറിലും ഗ്യാസിലും ഒക്കെ ആയിട്ട് ചെയ്ത് വെക്കും കേട്ടോ. പിന്നെ ഒരുപാട് കറികളൊന്നും ഉണ്ടാകില്ല. കാരണം നമുക്ക് പണി ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ വിശപ്പിന് എന്തെങ്കിലും ആയിട്ട് കഴിച്ചാൽ മതിയല്ലോ. അത് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു പണിയൊക്കെ ചെയ്യണതിൻ്റെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ അലക്കാനുള്ളത് അടിച്ചു വാരി തുടയ്ക്കാൻ അങ്ങനെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഈ പുളിയുടെ വീഡിയോ പിടിക്കുന്ന സമയത്ത് പുളി മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ള നമ്മുടെ വീട്ടിൽ ജോലികളൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അതും ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഇതും ചെയ്യുന്നുണ്ട്. രണ്ടും ഒരുപോലെയാണ് കേട്ടോ ചെയ്തുകൊണ്ട് പോയത്. അപ്പോൾ അതേ പുക നേരത്തെ തന്നെ കൊടുത്തുകൊണ്ട് പുളി ഇടുന്നതിൻ്റെ മുമ്പ് തന്നെ നേരത്തെ പുക കൊടുത്തുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുകഞ്ഞ് കയറണുണ്ട് കേട്ടോ. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ തുണിയിട്ട് മൂടണം. അപ്പോഴാണ് നമ്മളെ പുളിയിൽ നല്ല രീതിയിൽ പുക പിടിക്കുകയുള്ളൂ. പിന്നെ ഇത്രയും പുകയൊക്കെ അടിക്കുന്നത് അങ്ങനെ ഒരുപാട് നാളൊക്കെ കൂടിയിട്ടാണ് കേട്ടോ ഇത്രയും പുകയൊക്കെ അടിക്കുന്നത്. പുക എല്ലാവർക്കും ദോഷമാണ് കേട്ടോ. നമ്മുടെ ഏത് ടൈപ്പ് ശരീരമാണെങ്കിലും പുക നമുക്ക് ദോഷമാണ്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ആ പുകയും കൊണ്ട് നമ്മളകത്ത് ചെന്നിട്ടുള്ള ഒരു പുകയും കൊണ്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും കേട്ടോ. അങ്ങനെയൊക്കെ ഓർക്കുന്ന സമയത്ത് ഒരുപാട് സങ്കടമൊക്കെ തോന്നാറുണ്ട്. കാരണം ഇതൊക്കെ നമ്മുടെ ശരീരത്തിലല്ലേ അടഞ്ഞ് കൂടിയിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഞാൻ പറ്റുന്ന അത്രയൊക്കെ മാസ്കൊക്കെ ഉപയോഗിക്കും. പിന്നെ അതേപോലെ തന്നെ ഷോൾ എന്തെങ്കിലുമൊക്കെ വെച്ചെങ്ങാണ്ട് മൂക്കൊക്കെ കെട്ടി വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ പുകയ്ക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ അടുക്കളയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ പിന്നെ നമ്മളത് എടുത്ത് മാറ്റും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ശ്വാസം മുട്ട്, ആസ്മ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഒട്ടും പുക അടിക്കാൻ പാടില്ല കേട്ടോ. പുക ഭയങ്കര ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇവിടെ ഉമ്മച്ചിക്ക് പുക അടിക്കാൻ പാടില്ല. പിന്നെ അതേപോലെ തന്നെ കുഞ്ഞിക്കൊച്ചിന് ഐശോന് ഒട്ടും പുക അടിക്കാൻ പാടില്ല കേട്ടോ. അവനെ പുകയും പൊടി ഒട്ടും അടിപ്പിക്കരുതെന്നാണ് പറഞ്ഞേക്കണത്. ഒരു ചെറിയ നീർക്കെട്ട് വന്നാൽ പോലും ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞാൽ പുക അകത്ത് ചെല്ലുമോ. പിന്നെ അതേപോലെ തന്നെ അവനക്ക് പൊടി അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഡോക്ടർക്ക് അത് പ്രത്യേകം അറിയും. അവിടെ ചെല്ലും ഡോക്ടർ നോക്കുമ്പോൾ തന്നെ ഡോക്ടർക്ക് മനസ്സിലാകും കേട്ടോ. അപ്പം തന്നെ ചോദിക്കും പൊടിയോ പുകയൊക്കെ അടിച്ചോന്ന്. പിന്നെ ഈ പ്രാവശ്യം ഈ ഒരു കുടംപുളി ഉണക്കി കഴിഞ്ഞ് അവൻ ഒരുപാട് ദിവസം നീർക്കെട്ടുണ്ടായിരുന്നു കേട്ടോ. കുടംപുളി ഉണക്കി കഴിഞ്ഞ ഒരാഴ്ചയിലൊന്നും ഉണ്ടായില്ല. ഒരു 15 ദിവസം കഴിഞ്ഞേ പിന്നെയാണ് കേട്ടോ ചെറിയ രീതിയിൽ നീർക്കെട്ടൊക്കെ വന്നത്. ചുമ തുടങ്ങി അങ്ങനെ ചെറിയ രീതിയിൽ ജലദോഷമായി. പിന്നെ അത് അങ്ങോട്ട് കുറച്ചധികം കൂടിപ്പോയി കേട്ടോ. അപ്പം തന്നെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ ഡോക്ടറെ കാണിച്ചു. അപ്പം തന്നെ ഇത് പറഞ്ഞു കേട്ടോ. പിന്നെ ചെറിയ രീതിയിൽ 2 ദിവസം കുടംപുളിയൊക്കെ ഉണക്കിയ സമയത്ത് പുകയുണ്ടായിരുന്നു എന്നേ പറഞ്ഞുള്ളൂ. ഒരുപാട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വഴക്ക് കേൾക്കണത് മാത്രമല്ല, പിന്നെ നമ്മുടെ സാഹചര്യങ്ങളാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്. നമുക്കിത് ചെയ്യുമല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അകത്ത് പുകയിട്ടത് കുറച്ച് അത്യാവശ്യം പുകയായി കഴിഞ്ഞപ്പോൾ ഞാൻ ചകിരിയുടെ പുറത്ത് കുറച്ചധികം വെള്ളമൊക്കെ ഒഴിച്ചു കേട്ടോ. അപ്പോൾ ആ നനവിലായി കഴിയുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് പുകയുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ തീ കത്തിപ്പിടിക്കില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അത് കഴിഞ്ഞ് നമുക്ക് ഒരുപാട് പുളി വീണ്ടും ഉണ്ടായിരുന്നു കളഞ്ഞ് ഇട്ടത് കേട്ടോ. പിന്നെ ഇനി അതും കൂടെ നമുക്ക് പുക കയറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതേ പുറത്തേക്ക് ഒരു അടുപ്പ് ഉണ്ടാക്കി എടുക്കണതാണ് കേട്ടോ. അടുപ്പെന്നൊന്നും പറയാൻ പറ്റില്ല. ചുറ്റിനും ഇങ്ങനെ കട്ട വെച്ചെങ്ങാണ്ട് നെറ്റൊക്കെ അടിച്ച് അതിൽ പുകയിടാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ഒരു കഷ്ണം നെറ്റ് മേടിച്ച് കൊണ്ടുവന്നു. അതിൻ്റെ സൈഡൊക്കെ ആയിക്കാൻ തന്നെ പട്ടിയൊക്കെ വെച്ചെങ്ങാണ്ട് ആണിയൊക്കെ വെച്ച് അടിച്ച് തന്നു കേട്ടോ. അപ്പോൾ ഞാനത് ചുറ്റിനും ചതുരത്തിൽ പോലെ ഇങ്ങനെ കല്ല് വെച്ചിട്ട് നമുക്ക് തീ കത്തിക്കാനായിട്ട് 2 ഗ്യാപ്പ് കൊടുത്തുങ്ങാണ്ട് അതിൻ്റെ മുകളിൽ നെറ്റിട്ട് അതിൻ്റെ പുറത്തേക്ക് കുടംപുളി കൊണ്ടുവന്നിടാന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. എങ്ങനെയെങ്കിലും കുറച്ച് പുകയും കൂടെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുടംപുളി കേടായി പോകില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പരുവം കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്യുന്നതാണ് കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സമയത്ത് ഇത് അട്ട കയറി വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും വലുപ്പമുള്ള അട്ടകൾ തന്നെയാണ് ഇവിടെ കൂടുതലും കാണാറ്. ചെറിയ ടൈപ്പ് അട്ടേനെ അത്ര കാണാറില്ല കേട്ടോ. എങ്കിലും ഉണ്ട്, പക്ഷെ വലുതാണ് ഏറ്റവും കൂടുതൽ.
ഇവരൊന്നും ചെയ്യൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ നമ്മളെ കാണുമ്പോൾ തന്നെ വഴി മാറി മാറി പോകുള്ളൂ. പക്ഷേ ഇത്രയും നീളമൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു പേടി കാണുന്നവർക്ക് തോന്നുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാനിതേ കല്ലൊക്കെ വച്ചെങ്ങാണ്ട് 4 സൈഡിലും കല്ലൊക്കെ വച്ചെങ്ങാണ്ട് ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ, പിന്നെ സിമൻ്റ് ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് കല്ലൊന്ന് പറക്കി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു കല്ലിൻ്റെ ഗ്യാപ്പൊക്കെ ചെറുതായ രീതിയിലൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. അതിപ്പോൾ കുടംപുളി ഇട്ട് കഴിഞ്ഞിട്ട് പുക പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ, ഒത്തിരി പുക പുറത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു പടതി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് മൂടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇത് തീ കത്തിക്കാൻ ആവശ്യമുള്ള കുറച്ച് ചകിരിയും അതേപോലെ തന്നെ കുറച്ച് കുറവുള്ള വിറകും ഉണക്കമുള്ള വിറകും എല്ലാം കൂടെ കുറച്ച് മടക്കിലേക്ക് ഉണ്ടായിരുന്നു. അതിന് കുറച്ച് ഉണക്ക് കുറവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ അങ്ങോട്ട് അടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അവിടെ ഇരുന്ന് പുകയാനും പിന്നെ അതേപോലെ തന്നെ ചെറിയ തീ കത്താനും ഒക്കെ ആയിട്ട് സഹായിക്കുമെന്ന് വിചാരിച്ചാണ് കേട്ടോ അതെല്ലാം കൂടെ ഇട്ടത്. ഒരുപാട് ഓവറായി കത്തുമെന്നൊന്നും അറിയില്ല, എന്നാലും ഒന്ന് പുകച്ച് നോക്കാം. ഇതുവരെ ഇതിങ്ങനെ ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ എല്ലാം പഠിക്കണമെന്ന് വിചാരിച്ചാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. പിന്നെ ഒരുപാട് പൊക്കത്തിലൊന്നും ഞാൻ കട്ട വെച്ചിട്ടില്ല, 2 വരി മാത്രമാണ് കേട്ടോ കട്ട വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഓവറായിട്ട് തീ കത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വെള്ളം ഒഴിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ അകത്തുള്ള പുളി ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തുനിന്ന് പുളി അകത്തേക്ക് കൊണ്ടുപോയി വെക്കാം കേട്ടോ. പിന്നെ അങ്ങനത്തെ സൗകര്യമൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് ഉണക്ക ചകിരി ഉണ്ടായിരുന്നു ഒരു ചാക്കിൽ, ആകെ കുറച്ചുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ടും ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അകത്തുനിന്ന് കുറച്ച് തീക്കനൽ കൊണ്ടുവന്നിട്ട് പുറത്തൊന്ന് തീ കത്തിച്ചെടുക്കണം കേട്ടോ. ശരിക്കും ഒന്ന് തീ കത്തി കുറച്ച് നേരം പുക ആയിട്ട് വേണം. നെറ്റ് അടിച്ച് വെച്ചിട്ടുള്ള പുളി ഇടാനായിട്ടൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതേ അകത്തുനിന്നുള്ള ചകിരിയുടെ നല്ല തീക്കനലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പുക കയറി തുടങ്ങി കേട്ടോ. ഇനി നമ്മുടെ ഒരു കമ്പി നെറ്റ് ഉണ്ടല്ലോ, ഇതാണ് കേട്ടോ കമ്പി നെറ്റ് അടിച്ചു വെച്ചത്. അത് രാവിലെ ശരിയാക്കിയതായിരുന്നു, പക്ഷേ ആ ഒരു ഭാഗമൊന്നും വീഡിയോയിൽ എനിക്ക് പെടുത്താൻ പറ്റിയില്ല. കാരണം എനിക്കപ്പോൾ അടുക്കളയിൽ നമുക്ക് ഉച്ചക്കത്തിന് ഫുഡ് റെഡിയാക്കലും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഭാഗമൊന്നും വീഡിയോയിൽ അങ്ങനത്തെ കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. ഇനി നമുക്കിതിൻ്റെ പുറത്തേക്ക് പുളി കൊണ്ടുവന്ന് വെക്കണം. അകത്ത് ഞാൻ പുകയിട്ടിട്ടുള്ള ആ ഒരു പുളി ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കി മുഴുവനായിട്ടും ഈ ഒരു കമ്പി നെറ്റിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് വെക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഇത്രയും വലിയൊരു കമ്പി നെറ്റ് തന്നെ ചെയ്തെടുത്തത്. ഇതാകുമ്പോൾ നമുക്ക് പുളി മുഴുവനായിട്ട് നമുക്കിതിൻ്റെ പുറത്തിട്ട് ഉണക്കി എടുക്കാൻ പറ്റും. പക്ഷേ ഇത്രത്തോളം നമ്മൾ പുളി ഇടുന്ന സമയത്ത് നമുക്ക് 2 ഗ്യാപ്പാണ് കേട്ടോ വിറക് ഇട്ട് കൊടുക്കാനായിട്ട്. ഈ ഒരു സൈഡിൽ ഞാനൊരു കട്ട വയ്ക്കാതെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തീ പിടിക്കുമെന്ന് വിചാരിച്ച് ഞാനിതേ ഒരു ചെറിയ കല്ലും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 വരി കട്ട വെച്ചതിൻ്റെ പുറത്ത് ചെറിയൊരു കല്ലും കൂടെ ഞാൻ വെച്ച് പൊക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ ഒരു കുറച്ച്, അതായത് ഒരു ബോക്സ് മാത്രമേ ഉള്ളൂ കേട്ടോ കാ കുത്തി എടുക്കണേ. ആ ഒരു വീഡിയോ ഞാൻ പെടുത്തിയിട്ട് ബാക്കിയുള്ള പുളിയൊന്നും ഞാൻ വീഡിയോയിൽ പെടുത്തിയില്ല കേട്ടോ. സമയമുള്ള പോലെ തന്നെ സമയമുള്ളപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു പുകയിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് അവിടെ പോയിരുന്ന് കാ കുത്തിയെടുത്തു. അങ്ങനെ ബോക്സിലേക്ക് ആക്കാൻ പറ്റുന്ന അത്രത്തോളം ആക്കിയെടുത്തു. പിന്നെ അതേപോലെ തന്നെ രാവിലെ നമുക്ക് പെട്ടെന്ന് പുകയിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, വെട്ടം വെക്കുന്ന ഒരു സമയത്തിന് നമുക്ക് പുകയിടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുത്തത്. അങ്ങനെ സമയമുള്ളപ്പോൾ ഒക്കെ ചെയ്തെടുത്തു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ രാവിലെ അകത്തുള്ള പുകയിട്ട് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിയൊക്കെ ഇട്ട് അത് വേവണം അത്ര സമയം കൊണ്ട് ഞാൻ ബാക്കിയുള്ള ഇത് പുളിയൊക്കെ കളഞ്ഞെടുത്തു. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ ഇക്കായും ഒക്കെ കളഞ്ഞെടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടിയാണ് കേട്ടോ കായൊക്കെ കളഞ്ഞെടുത്തത് പുളി. പിന്നെ ആ ഒരു ഭാഗമൊന്നും വീഡിയോയിൽ പെടുത്തിയില്ല, കാരണം തുടക്കം ഞാൻ ഒരുപാട് സമയം ഈ പുളി കുത്തി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അങ്ങോട്ട് വീഡിയോയിൽ പെടുത്താതിരുന്നതാണ് കേട്ടോ. അങ്ങനെ ഇത് നെറ്റിൻ്റെ പുറത്തേക്ക് കുറേശ്ശെ ആയിട്ട് ബക്കറ്റിലൊക്കെ കൊണ്ടുവന്ന് കുടംപുളി അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ബോക്സിൽ എടുക്കാൻ പാകത്തിന് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ബോക്സോട് കൂടി എടുത്ത് കൊണ്ടുവന്ന് നെറ്റിൻ്റെ പുറത്തേക്ക് കമത്തി വെച്ചു കേട്ടോ. പുളി ഇട്ട് തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുമ്പ് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ പുക കയറിക്കൊണ്ടിരുന്നത്. പിന്നെ പുളിയൊക്കെ ഇട്ട് തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പുകയുടെ ഒരു ഇതുണ്ടല്ലോ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വോയിസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയമായപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി നമ്മുടെ ഈ ഒരു പരിപാടി സക്സസ് ആവില്ല എന്ന് മാത്രം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ല രീതിയിൽ നല്ല നീളത്തിലും അതേപോലെ തന്നെ നല്ല വീതിക്കുമാണ് ഈ ഒരു നെറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മൾ ഇത്രത്തോളം പുളി കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളിൽ കൂടെ ഞാൻ 2 കട്ടയാണ് കേട്ടോ മാറ്റി വെച്ചത് വിറക് ഇട്ട് കൊടുക്കാനായിട്ടും അതേപോലെ തന്നെ ഓവറായിട്ട് തീ കത്തുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ കുടഞ്ഞു കൊടുക്കാനായിട്ട് 2 സൈഡിലാണ് കേട്ടോ നമ്മൾ കട്ട വെച്ചെങ്ങാണ്ട് കെട്ടിയെടുത്തത്. 4 സൈഡായിട്ടാണ് കട്ട ചതുരത്തിലാണ് കേട്ടോ ചെയ്തെടുത്തത്. അതിൻ്റെ 2 സൈഡിലായിട്ട് ഓപ്പോസിറ്റ് 2 സൈഡിലായിട്ട് ഞാൻ ഒരേ കല്ല് വെച്ച് കൊടുക്കാതിരുന്നു കേട്ടോ, നമുക്ക് വിറക് എടുക്കാനും ഇടാനും ഒക്കെ എളുപ്പത്തിനായിട്ട്. ആദ്യം 2 സൈഡ് അങ്ങനെ ചെയ്തെങ്കിലും പിന്നെ ഞാനത് 3 സൈഡിൽ നിന്നും ഒരേ കല്ല് മാറ്റുന്ന രീതിയിലേക്ക് ചെയ്തു കേട്ടോ.
അപ്പോൾ 3 സൈഡിൽ നിന്ന് നമുക്ക് വിറക് ഇട്ട് കൊടുക്കാനും തീ ഓവറായി കഴിഞ്ഞാൽ വെള്ളം കുടഞ്ഞു കൊടുക്കാനൊക്കെ പറ്റുന്ന ഒരു തരത്തിൽ തന്നെ ഞാനത് ചെയ്തെടുത്തു. പിന്നെ കുറേശ്ശെയൊക്കെ തീ കൂട്ടി കൊടുക്കുകയും ഒക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഒരുപാട് പുളി ഉണ്ടായിരുന്നു. അത്രത്തോളം പുളിക്ക് അങ്ങോട്ട് പെട്ടെന്ന് മുകളിലേക്ക് ഒത്തിരി പുക കയറിയങ്ങാണ്ട് കളർ വന്നില്ലെങ്കിലും അടിയിലിരിക്കുന്ന ഒരു നിര പെട്ടെന്ന് തന്നെ കറുത്ത് പോണൊരു രീതിയായിരുന്നു കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ. ഒരുപാട് നേരം ബുദ്ധിമുട്ടി, ഒരു ദിവസം മുഴുവനും പുകയും കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ അടുപ്പിൻ്റെ മുകളിലൊക്കെ പുക കൊടുക്കുന്ന സമയത്ത് നമ്മളെ മുക്കാലോളം നമുക്ക് അടുപ്പിൻ തറേനെയാണ് പൊക്കമുണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പുക കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി പുക നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന രീതിയിലേക്ക് പോകില്ല. ചിമ്മിണി ഇല്ലെങ്കിലും മുകളിലേക്ക് പുക പോകാനുള്ളൊരു സൗകര്യം ഉണ്ടല്ലോ, അതിലേക്കൂടെ തന്നെ മുകളിലേക്ക് അധികം തള്ളി കയറി വരുന്ന പുകകളൊക്കെ അതിലേക്ക് കടന്നു പോയിക്കോളൂ കേട്ടോ. പിന്നെ പുറത്ത് ഇപ്പോൾ നമ്മൾ പുകയിടുന്ന സമയത്ത് എനിക്ക് അങ്ങനെ തോന്നിയില്ല. കാരണം കാറ്റ് എപ്പോഴും ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ സൈഡിൽ കൂടെയും കാറ്റ് വീശുന്നതുകൊണ്ട് തന്നെ പുക ഇങ്ങനെ പരന്ന് കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂക്കിൽ കൂടെയും നമ്മൾ ശ്വസിക്കുന്നത് മൊത്തം പുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടി എന്തായാലും മുമ്പോട്ട് നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞാൻ അങ്ങനെ പുകയിട്ടുകൊണ്ടിരുന്നു കേട്ടോ. 1-2 പുകയിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അതൊരു പടത്തേക്ക് ഇട്ട് മൂടി അങ്ങനെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞത് നമ്മളെ ഒരു നെറ്റുണ്ടല്ലോ, അത് ഞാൻ ആ പുളികളെല്ലാം ഒരു മുറത്തിലേക്കും പിന്നെ അതേപോലെ തന്നെ ബേസണിലേക്കും ഒക്കെ ഇത്രയും പുളികൾ മുഴുവനും ഞാൻ പുറത്ത് നെറ്റിൻ്റെ പുറത്ത് ഇട്ടായിരുന്ന പുളിയാണ് കേട്ടോ. ഇതൊക്കെ ഒരു ദിവസം ഫുള്ളും ഞാൻ പുക കൊടുത്ത് കഴിഞ്ഞിട്ട് ആ പരിപാടി നമുക്കൊക്കണ പരിപാടിയല്ല. കാരണം കണ്ണിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു. കണ്ണിലേക്ക് പുക അടിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടും ചുമ കുത്തുമായിരുന്നു, പുകയൊക്കെ അകത്തേക്ക് ചെന്നിട്ടൊക്കെ. അപ്പോൾ പിന്നെ ആ പരിപാടി നടക്കില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അതേ പുളികളെല്ലാം ഞാൻ വാരിയെടുത്ത് ബേസണിലും മുറത്തിലും കൊട്ടയിലും ഒക്കെ വാരിയെടുത്തു കേട്ടോ. അങ്ങനെ ഇതേ ആ നെറ്റ് കമ്പി ഞാൻ മുകളിൽ നമ്മൾ വച്ചിട്ടുള്ള അടുക്കളയിൽ ഞാൻ വച്ചിട്ടുള്ള ഒരു കട്ടയും അതിൻ്റെ പുറത്ത് വെച്ച ചേരുണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്കായി ഇങ്ങനെ കെട്ടി തൂക്കി വെക്കണം ഒരു രീതിയിലേക്ക്. എങ്ങനെയോ അങ്ങനെ ചിന്തിച്ചപ്പോൾ തന്നെ അങ്ങനെ ചെയ്യാനും തോന്നിയിട്ടു. അപ്പോൾ കയറൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കയറൊക്കെ ഞാനെടുത്ത് മുകളിൽ നിന്ന് ആദ്യം കെട്ടി കൊളുത്തി വെച്ചു. എന്നിട്ടാണ് കമ്പി നെറ്റ് പാകത്തിനായിട്ട് മുറിച്ചെടുത്തത്. അത് തന്നെ ഞാൻ ചെയ്ത് കാരണം തന്നെ എനിക്ക് വീഡിയോയിൽ അത്ര കറക്റ്റായിട്ട് എനിക്ക് പെടുത്താൻ പറ്റിയില്ല കേട്ടോ. കാരണം ക്യാമറമാനും ഇതെല്ലാം ചെയ്യണതും ഞാൻ തന്നെ ആയതുകൊണ്ട് തന്നെ 2 പോർഷനും നമ്മൾ ഒരാളൊറ്റയ്ക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വീഡിയോ പിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് കാണിച്ചതാണ് കേട്ടോ. ഈ കമ്പി നെറ്റ് പുറത്ത് പുളിയിട്ട് പുകയ്ക്കാനായിട്ട് ഉപയോഗിച്ച ആ ഒരു കമ്പി നെറ്റ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ മുകളിലുള്ള പുളിയൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് അത് ഞാൻ അടുക്കളയിലേക്ക് പാകത്തിന് അളന്ന് അതിൻ്റെ വീതിയും നീളവും ആദ്യം ഒരു കയറ് വെച്ച് അളന്നെടുത്തും മറ്റേ കട്ടർ വെച്ചും എല്ലാം ഒന്ന് മുറിച്ചെടുത്തു കേട്ടോ. കമ്പി മുറിക്കുന്ന ഒരു കട്ടർ ഉണ്ടല്ലോ, അത് വെച്ചും എല്ലാം ഒന്ന് സൈഡ് ചതുരത്തിൽ അങ്ങോട്ട് മുറിച്ചെടുത്തു. അങ്ങനെ ആദ്യത്തെ ഒരു തട്ടായിട്ട് ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് ഞാൻ തൂക്കി വെച്ചു. അപ്പോൾ അതിൻ്റെ പുറത്ത് കൊള്ളുന്ന അത്രയും പുളി ഞാൻ നിരത്തി കഴിഞ്ഞിട്ട് പിന്നെ പുളി ബാക്കി ഇരിക്കുകയാണ് കേട്ടോ. ഒരുപാട് പുളി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് 2 തട്ടായിട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ 2 തട്ടായിട്ട് ചെയ്യാനുള്ള കമ്പി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2 തട്ടായിട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുളി ബാക്കി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വൈകുന്നേരം പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഫോണിൽ വിളിച്ച് പറഞ്ഞു കേട്ടോ. അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് വന്നപ്പോൾ രാത്രിയായി കഴിഞ്ഞപ്പോൾ കുറച്ച് നെറ്റും കൂടെ കൊണ്ടുവന്നു. അതും ഞാൻ അളന്ന് പിന്നെ ഇതിൻ്റെ താഴത്തേക്ക് കെട്ടിയിട്ടോ. ആദ്യം ഞാൻ ഈ 2 തട്ട് മാത്രമേ കെട്ടിയിട്ടുണ്ടായുള്ളൂ. അങ്ങനെ 2 തട്ടിലും പുളി നിരത്തി കൊടുത്തിട്ട് അടിയിൽ നല്ല രീതിക്ക് തന്നെ പുകയിട്ടു കേട്ടോ. പച്ചപ്പുല്ലൊക്കെ ഇട്ടും നമ്മൾ ഉണങ്ങിയ വിറകിൻ്റെ മുകളിൽ കുറച്ച് പച്ചപ്പുല്ലൊക്കെ ഇട്ട് പുക കൊടുക്കുന്ന സമയത്ത് അത് അത്യാവശ്യം നല്ല രീതിയിൽ പുക കയറും കേട്ടോ. അങ്ങനെ അതേ ആദ്യം ഇട്ട് വെച്ചേർന്ന് ഇവിടെ അകത്ത് ആദ്യം ഉണക്കി വെച്ചേർന്ന ഒരു പുളിയൊക്കെ ഒരു ഏകദേശം നല്ല രീതിയിൽ തന്നെ ഉണക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വെയിലുള്ള സമയത്ത് പുറത്തിടാമെന്ന് വിചാരിച്ച് ചാക്കിൻ്റെ പുറത്തൊക്കെ ആയിട്ട് വാരി പുറത്തേക്ക് കൊണ്ടുപോയി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് പുറത്തുനിന്ന് എടുത്തു കൊണ്ടുവന്ന ഒരു പുളി ഉണ്ടല്ലോ, അത് ചേരിൻ്റെ പുറത്തേക്ക് നിരത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വെച്ചത്. ഇനി നമുക്ക് ഈ പുളിയൊക്കെ ചേരിൻ്റെ പുറത്തേക്ക് നിരത്തി കൊടുക്കണം. എന്നിട്ട് വേണം നല്ല രീതിക്ക് പുക കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേക്കും 2-3 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഇത്രയൊക്കെ സമയം എത്തിയപ്പോഴത്തേക്കും 2-3 ദിവസത്തെ വീഡിയോ ആയിട്ടുണ്ട്. ആദ്യമൊക്കെ ഇട്ടിരുന്ന പുളി ഒരുവിധം 3/4 ഭാഗത്തോളം ഉണക്കായിട്ടുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ ചൂട് മാത്രം തട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ വെയിലുള്ളതിനനുസരിച്ചൊക്കെ ചാക്കിൻ്റെ പുറത്തും മുറത്തിലേക്കൊക്കെ വാരിങ്ങാണ്ട് വെയിലത്തിൽ കൂടിയൊക്കെ കൊണ്ടുപോയി വെച്ച് ഉണക്കി കേട്ടോ. ബാക്കിയുള്ളത് ഇതുപോലെ പുക കൊടുത്തുങ്ങാണ്ട് ഉണക്കിയെടുത്തതാണ് കേട്ടോ.
അങ്ങനെ ദേ ഒരു 4-5 ദിവസമായപ്പോഴത്തേക്കും ആദ്യം ചേരിൻ്റെ പുറത്തിട്ട പുളിയൊക്കെ ഉണക്കി അതൊക്കെ മാറ്റി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞത് മുകളിൽ 3 തട്ടായിട്ട് കെട്ടി തൂക്കി വെച്ച ഒരു ചേരിൻ്റെ പുറത്തും പുളിയൊക്കെ നിരത്തി കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ വിറക് കണ്ട് കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചേരിൻ്റെ പുറത്തും ഞാൻ അടുപ്പിൻ്റെ മുകളിൽ കല്ല് വെച്ചെങ്ങാണ്ട് ചേര് വെച്ചില്ല അതിൻ്റെ പുറത്തുമായിട്ട് പുളി ഇട്ടു കേട്ടോ. അപ്പോൾ ഇനി ഇത്രയും പുളിയും കൂടി ഉള്ളൂ നമുക്ക് ഉണക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അടുപ്പിൽ ചോറും കറിയും വെക്കാനായിട്ട് ഞാൻ ഒരടുപ്പ് ഫ്രീ ആക്കി എടുത്തു. മറ്റേ അടുപ്പിൻ്റെ പുറത്ത് ഇതേപോലെ കട്ട വെച്ചെങ്ങാണ്ട് ചേരുവാക്കി എടുത്തു കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ ചോറും കറികളൊക്കെ വെച്ചിട്ട് നമ്മൾ പുളി ഉണക്കാനായിട്ട് തീ കൊടുക്കും. പിന്നെ ചോറും കറിയും ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടടുപ്പത്തും ഒരുപോലെ തന്നെ തീയും ഇതേപോലെ കൊടുക്കും കേട്ടോ. പുക അത്യാവശ്യം കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറിയ ചൂട് വേണം, ചൂട് തട്ടിയിട്ട് വേണം കേട്ടോ പുളി ഉണങ്ങാനായിട്ട്. ഇപ്പോൾ ഇതേ മുകളിൽ ഉള്ള പുളികളൊക്കെ ഉണങ്ങി വരുന്നുണ്ട്. പിന്നെ കുറച്ചൊക്കെ കട്ടി കൂടുതലുള്ള പുളിയൊക്കെയാണ് കേട്ടോ ഉണങ്ങാൻ താമസമുള്ളൂ. അപ്പോൾ അടിയിലുള്ള പുളികൾ ഉണങ്ങി ചേരിലുള്ള പുളികളൊക്കെ ഉണങ്ങി ആവുമ്പോൾ നമുക്കത് ഉണങ്ങണത് ഇങ്ങനെ മാറ്റിയെടുക്കും. പിന്നെ ഉണക്ക് കുറവുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കമത്തിയും മലത്തിയും ഒക്കെ ഇട്ടുകൊണ്ട് അത് ഉണക്കിയെടുക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കണം, ഒരു ദിവസത്തിൽ 2 പ്രാവശ്യമെങ്കിലും പുളി മറിച്ചിടുകയും തിരിച്ചിടുകയും ഒക്കെ വേണം കേട്ടോ. അപ്പോഴാണ് കേട്ടോ ഈ പുളി ആകുള്ളൂ. പിന്നെ അതേ പിറ്റേ ദിവസത്തെയാണ് കേട്ടോ ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ പുകയൊക്കെ കയറി ഒരുവിധം കൂടെയൊക്കെ ഉണങ്ങി ആയി തുടങ്ങി കേട്ടോ. പിന്നെ രാവിലെ വെളുപ്പിന് എണിച്ച് അപ്പം തൊട്ട് നമ്മൾ അടുപ്പിൽ തീ കൊടുക്കും. തീ കൊടുത്താൽ അപ്പം തന്നെ ഒരടുപ്പത്ത് നമുക്ക് ഫുഡ് ഉണ്ടാക്കണ ഒരു രീതി നോക്കും, മറ്റേ അടുപ്പത്ത് പുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണക്കായിട്ടുള്ള പുളിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മുകളിലത്തെ തട്ടിലേക്ക് വെക്കും. ചെറിയൊരു ഉണക്ക് കുറവ് മാത്രമേ ഉള്ളൂ, നല്ല രീതിയിൽ കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ തട്ടിൽ വെച്ച് കഴിഞ്ഞാൽ തോന്നും മടിയിൽ തീ കത്തുമ്പോൾ മുകളിലേക്ക് പിടിക്കൂല എന്ന് തോന്നും കേട്ടോ. പക്ഷെ നല്ല രീതിയിൽ ചൂടടിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കളറും ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. ഇത്രയൊക്കെ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇനി കുറച്ച് സാവകാശം എടുത്തിട്ടാണെങ്കിലും ഉണങ്ങിയാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. നമുക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വാരിയും മാറ്റാനും പിന്നെ അതേപോലെ തന്നെ തിരിച്ചിടാനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ടും പണിയുണ്ട് കേട്ടോ. ഒരാഴ്ചയല്ല അതിൽ കൂടുതൽ തന്നെ 8-10 ദിവസത്തോളം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കേട്ടോ ഇത്രയും പുളി ഞാൻ ഉണക്കിയെടുത്തത്. അടുപ്പിൻ്റെ മുകളിൽ ഞാനിത് ആദ്യം ഒരു നിര കട്ട വെച്ചിട്ടാണ് അതിൻ്റെ മുകളിലാണ് കേട്ടോ ചേര് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും നമുക്ക് നന്നായിട്ട് തീ കത്തിക്കാൻ പറ്റില്ല, കാരണം പെട്ടെന്ന് തന്നെ വിറക് കഷ്ണം ആയതുകൊണ്ട് അതിലേക്ക് ചാടി പിടിക്കും തീ. അങ്ങനെ ഈ പ്രാവശ്യം ഇത്രയും പുളി ഉണക്കിയെടുത്തപ്പോഴത്തേക്കും 2 ചേര് കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുളി നിന്ന് കത്തുന്ന സമയത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കണ ആ ഒരു മൈൻഡൊന്നും ആയിരിക്കില്ല, പടച്ചവനെ പുളി പോയില്ലോ എന്നുള്ളൊരു ചിന്തയായിരിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ വെള്ളം കൊണ്ടുവന്ന് കമത്തി കളഞ്ഞിട്ട് പുളി നല്ലതൊക്കെ എടുത്ത് മാറ്റിയിട്ട് കുറച്ചൊക്കെ കരിഞ്ഞതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഒഴിവാക്കും കേട്ടോ. പിന്നെ ഈ പ്രാവശ്യം പുളി ഉണക്കിയപ്പോൾ അങ്ങനെ കരിഞ്ഞതൊന്നുമില്ല, 2 പ്രാവശ്യം ചേര് കത്തിയെന്നേ ഉള്ളൂ കേട്ടോ. പച്ചപ്പുളി ഇട്ടപ്പോഴായിരുന്നു ആ ചേര് കത്തിയത്, അതുകൊണ്ട് തന്നെ പച്ചപ്പുളി ആയതുകൊണ്ട് കുറച്ചധികം തീ കൊടുത്തതാണ് കേട്ടോ പറ്റിയത്. പിന്നെ നമുക്ക് എപ്പോഴും ഇതിൻ്റെ അടുക്കളയിൽ നിന്ന് അവിടെ നിന്ന് മാറാതെ തന്നെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു കുഴപ്പം പറ്റില്ല. വേറൊരു പണിക്ക് നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ തീ കൂടുകയും കുറയുകയും ചെയ്യുമ്പോഴാണ് കേട്ടോ ഇത് സംഭവിക്കുന്നത്, കത്തണത് കേട്ടോ. അങ്ങനെ അത് അത്യാവശ്യം നല്ല ഉണക്കായ പുളികളൊക്കെ ഞാൻ തിരഞ്ഞെടുക്കുമായിരുന്നു കേട്ടോ. കട്ടി കുറവുള്ള പുളിയൊക്കെ പെട്ടെന്ന് ഉണങ്ങും കേട്ടോ. ഇതൊക്കെ നല്ല ഉണക്കായ പുളിയാണ് കേട്ടോ. ഇതൊക്കെ നമുക്കിനി പാക്ക് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കുടംപുളി ഉണക്കുന്ന ഈ ഒരു പണി എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് നല്ല പണിയുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. പിന്നെ ഏതൊരു പണിയും നമുക്കതിൻ്റെ ഒരു മരുങ്ങ് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും കേട്ടോ. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ആദ്യമൊക്കെ എനിക്ക് പുളി ഉണക്കി കഴിഞ്ഞപ്പോൾ ഈ പരിപാടി നമ്മളെക്കൊണ്ട് നടക്കില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പുളി ഈ പ്രാവശ്യം കൊണ്ടുവന്നെങ്കിലും പിന്നെ എനിക്ക് ഈ പുളി ഉണക്കി കഴിഞ്ഞപ്പോൾ ചേരൊക്കെ കെട്ടി മുകളിൽ നിന്ന് ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും ആയി തോന്നിയില്ല കേട്ടോ. കാരണം നമുക്ക് രാവിലെ എണിച്ച് കഴിഞ്ഞാൽ പുകയിടുന്നതിൻ്റെ മുമ്പ് തന്നെ അത്യാവശ്യം നല്ല ഉണക്കായ പുളിയൊക്കെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞെടുക്കും. അത് കഴിഞ്ഞിട്ട് പുകയിടും കേട്ടോ. അങ്ങനെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും പുകയിടൽ നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ ഉണക്കായ പുളികൾ അതേപോലെ തന്നെ തിരഞ്ഞ് മാറ്റിയെടുക്കും. ഉണക്ക് കുറവുള്ള പുളികളൊക്കെ അടിയിലേക്ക് തന്നെ വെച്ച് ഇങ്ങനെ കൊടുക്കും കേട്ടോ. അങ്ങനെ ദേ ഈ ഒരു സമയത്ത് നല്ല ചൂട് തട്ടിയിട്ട് വേണം പുളി ഉണങ്ങാനായിട്ട്. കളറായി കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂട് തട്ടിയിട്ട് വേണം കേട്ടോ പുളി ഉണങ്ങാനായിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അടുപ്പിൻ്റെ മുകളിലായിട്ട് ഒരു നിര കട്ട വെച്ചത് അത് 2 നിരയെ കട്ടയാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ചേരിട്ടുങ്ങാണ്ട് പിന്നെ അങ്ങനെ തീ കത്തിച്ചു കേട്ടോ. അതാകുമ്പോൾ കുറച്ചധികം തീ കത്തി കഴിഞ്ഞാൽ മുകളിലേക്ക് കയറി പിടിക്കില്ല, കാരണം 2 കട്ടേൻ്റെ ഹൈറ്റ് ഉണ്ടല്ലോ അതുകൊണ്ട്. അപ്പോൾ അതേ ഉണക്കായ പുളി കുറേശ്ശെ ഇങ്ങനെ തിരിഞ്ഞ് ഇത്രയും പുളി ആയിട്ടുണ്ട് കേട്ടോ. ഓരോ ദിവസവും 2-3 പ്രാവശ്യം വെച്ച് തിരിഞ്ഞെടുത്തിട്ടാണ് കേട്ടോ പുളി നമ്മൾ ഉണങ്ങിയത് മാറ്റിയെടുക്കുന്നത്.
അടിയിലിട്ട് അടുപ്പിൻ്റെ നേരെ മുകളിലിട്ട ചേരിൻ്റെ പുറത്തുനിന്ന് പുളി ഉണങ്ങിയതൊക്കെ മാറ്റി തിരിഞ്ഞെടുക്കും പോലെ തന്നെ മുകളിൽ നമ്മൾ ഹാങ് ചെയ്ത് കണ്ട് ഇട്ടിട്ടുള്ള ആ ഒരു പുളി ഉണ്ടല്ലോ, അത് കട്ടി കൂടുതലുള്ളതൊക്കെ തിരിച്ചിടാനും മറിച്ചിടാനും ഒക്കെ ചെയ്ത്, പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് കനം കുറവുള്ളത് ഉണങ്ങിയതൊക്കെ മുറത്തിലേക്ക് എടുത്ത് മാറ്റുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് വശമാണോ നമ്മൾ ഇത്ര നേരം പുക അടുപ്പിച്ചത് അത് അതിൻ്റെ മറ്റേ വശത്തേക്ക് തിരിച്ചു വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വശം നന്നായിട്ട് പുക അടിച്ച് ചൂടുമൊക്കെ തട്ടിയും കണ്ട് ഉണങ്ങും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചേക്കണയാണ് കേട്ടോ. തിരിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. ഇത് ഒരു ദിവസത്തിൽ എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേ അല്ല കേട്ടോ. നമ്മൾ പല ദിവസങ്ങളിലായിട്ട് വീഡിയോ എടുത്തിട്ടാണ് ഇത് ഇത്രത്തോളം വീഡിയോ ആക്കിയെടുത്തത്. ഒരു ദിവസത്തിൽ 2 അതല്ലെങ്കിൽ 3 പ്രാവശ്യമാണ് കേട്ടോ ഞാൻ പുളി തിരിഞ്ഞെടുക്കുന്നത്. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ പുക കൊടുക്കും കേട്ടോ. അങ്ങനെ ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഏറ്റവും അടിയിലുള്ള ചേരലുള്ള പുളിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടോ. പിന്നെ അതേ നമ്മൾ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു നെറ്റിൻ്റെ പുറത്തുള്ള പുളി ഉണ്ടല്ലോ, അതിലും ഒരുപാട് സൈഡിൽ കൂടെയൊക്കെ നന്നായിട്ട് ചൂട് കയറുന്ന ഒരു ഭാഗത്തൊക്കെ ഉള്ള പുളിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ഇതേ പുക കൊടുക്കണതിൻ്റെ ഒരു മുമ്പ് തന്നെ മുകളിൽ കയറി നിന്നിട്ട് വേണം കേട്ടോ നമുക്ക് ഈ പുളി എടുത്ത് മാറ്റാനും മറിച്ചിടാനും തിരിച്ചിടാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഉണങ്ങിയ പുളിയൊക്കെ ഞാനിങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് ഒരു കൊട്ടയ്ക്കകത്തേക്ക് പറക്കി എടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉണങ്ങാത്ത പുളിയൊക്കെ താഴത്തേക്ക് മാറ്റാനൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണങ്ങണതിനനുസരിച്ച് അത് ഉണങ്ങിയതൊക്കെ മാറ്റിയിട്ട് ഉണങ്ങാത്തതൊക്കെ മുകളിൽ നിന്ന് താഴത്തെ തട്ടിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുമായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാൻ പുളി ഫുള്ളായിട്ടും ഉണക്കിയെടുത്തത്.
ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ള നെറ്റിൻ്റെ പുറത്തുള്ള പുളിയൊക്കെ ഉണങ്ങി ഇതൊക്കെ ഞാൻ പറക്കി മാറ്റി. പിന്നെ അതേപോലെ തന്നെ ഉണക്ക് കുറവുള്ളതൊക്കെ അങ്ങോട്ട് കുറച്ച് ഗ്യാപ്പിട്ട് തിരിച്ചു മറിച്ചിടുകയൊക്കെ ചെയ്തു കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ ഇവിടെ ഒരാൾ ഇവിടെ നിന്ന് കരയുമായിരുന്നു, ഞാനും ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ പുള്ളീനെ 2 മിനിറ്റ് നേരം ഇവിടെ കയറ്റി നിർത്തിങ്ങാണ്ടൊന്ന് ചെയ്യിക്കുന്നതാണ് കേട്ടോ. കാരണം അല്ലെങ്കിൽ പുള്ളി പൊളിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം പുള്ളിക്ക് ഒട്ടും പുക അടിക്കാൻ പറ്റാത്ത ആളാണ് കേട്ടോ. അടിയിൽ നല്ല തീ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ 2 മിനിറ്റ് നേരം അവനൊന്ന് കയറ്റി നിർത്തി. കാരണം അവനൊരു സമാധാനത്തിന്, അല്ലെങ്കിൽ അവന് കരച്ചിലും മാറ്റമില്ല അതുകൊണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ അവിടെ നിന്ന് എടുത്ത് മാറ്റി. പിന്നെ ഞാനത് നെറ്റിൻ്റെ പുറത്തുനിന്ന് എടുത്തിട്ടുള്ള ഒരു പുളി ഉണ്ടല്ലോ, അതിവിടെ മുറത്തിലേക്ക് കൊണ്ടുവന്ന് ഇടുന്നതാണ് കേട്ടോ. കുടംപുളിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കനം കൂടുതലുള്ളതൊക്കെ അവസാനം ഉണങ്ങുള്ളൂ, കട്ടി കുറവുള്ളതൊക്കെ ആദ്യം ഉണങ്ങും കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അതല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ച് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ച് നോക്കിയിരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ആദ്യം ഉണങ്ങണതൊക്കെ ഉണക്കം അധികമായി പോകും. ഉണങ്ങി പറ്റ ഉണക്കം അധികമായി കഴിഞ്ഞാൽ പിന്നെ പുളി പറ്റില്ല കേട്ടോ. പാകത്തിന് ഉണങ്ങാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ അതേ അടിയിൽ ചേരിലുള്ള പുളികളൊക്കെ ഒരുവിധമൊക്കെ നന്നായിട്ട് ഉണങ്ങി അങ്ങോട്ട് അതിൻ്റെ കൂമ്പാരം പോലെ കൂടിക്കിടന്നതൊക്കെ ഉണങ്ങി കഴിയുമ്പോൾ അത് ചുങ്ങിപ്പോകും കേട്ടോ. അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തൊട്ട് നോക്കുന്ന ഒരു 3/4 ഭാഗത്തോളം പുളികളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ തിരിഞ്ഞ് മാറ്റിയെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം ചെറിയ പുക ഉണ്ടല്ലോ ആ സമയത്ത്, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാനത് മുഴുവനായിട്ട് മുറത്തിലേക്ക് വാരിയിരിക്കണതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മുറത്തിലേക്ക് വാരിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വലിയ ചൂടും കുറയും. പുളിക്ക് നല്ല ചൂടുണ്ടല്ലോ അടിയിൽ നിന്ന് തീ കൊടുക്കണ കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറക്കിയെടുക്കുന്ന സമയത്ത് നല്ല ചൂടും ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തിരിഞ്ഞെടുക്കാൻ പറ്റില്ല. പിന്നെ കണ്ണിലേക്ക് പുക അടിക്കണമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം കൂടെ പുളി മുറത്തിലേക്ക് വാരിയെടുത്തു. ഇതിൻ്റെ അകത്ത് നിന്ന് ഇനി ഉണങ്ങിയത് നമുക്ക് തിരിഞ്ഞ് മാറ്റിയിട്ട് ഉണക്ക് കുറവുള്ളത് വീണ്ടും ആ ചേരിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഉണക്കാവുകയും ചെയ്തോളും. പിന്നെ മുകളിൽ നമ്മൾ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു നെറ്റിൻ്റെ പുറത്തു നിന്നുള്ള പുളികൾ മുകളിൽ നിന്ന് ഞാൻ ചേരിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുത്തുകൊണ്ടാണ് കേട്ടോ. ചേരിലിട്ട് തന്നെയാണ് ഫുള്ള് പുളി ഉണക്കിയെടുക്കുന്നത്. അവസാനം വരെ പുളി ചേരിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഉണക്കിയെടുത്തത്. മുകളിൽ നിന്ന് ഹാങ് ചെയ്തിട്ടുള്ള ഒരു പുളി, ചേരിലെ പുളി തീരുന്ന സമയത്ത് അവിടെ നിന്ന് കുറച്ച് വാരിയിട്ട് കൊടുത്ത് ചേരിൻ്റെ പുറത്ത് വെച്ചിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ചേരിൻ്റെ പുറത്ത് നിന്ന് ഉണങ്ങിയത് ഞാൻ മാറ്റിയെടുക്കും. വീണ്ടും അതേപോലെ തന്നെ ചെയ്തു കേട്ടോ. അങ്ങനെയാണ് പുളിയൊക്കെ ഫുള്ളായിട്ടും ഉണക്കിയെടുത്തത്. കുടംപുളിയുടെ ഫുൾ ഉണക്ക് കഴിഞ്ഞപ്പോൾ ഒരു 8 കിലോ പുളിയാണ് കേട്ടോ ഉണക്കപ്പുളി കിട്ടിയത്. 1 കിലോ നമുക്ക് ഉണക്കപ്പുളി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു 10 കിലോ എങ്കിലും പച്ചപ്പുളി ഉണക്കിയാലാണ് കേട്ടോ 1 കിലോ പുളി ഉണക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു 8 കിലോ പുളി ഉണക്കിയെടുക്കാനായിട്ട് എത്രത്തോളം പച്ച ഉണ്ടാവുമെന്ന് നമുക്ക് ഈ ഒരു സമയത്ത് കൂട്ടി നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം നമുക്ക് ഊഹിക്കാൻ പറ്റും കേട്ടോ. അതിലധികം അല്ലാതെ നമുക്ക് അതിലൊരിക്കലും കുറയില്ല കേട്ടോ. അങ്ങനെ 10 ദിവസത്തോളം 10-12 ദിവസത്തോളം ഉള്ള കഷ്ടപ്പാടും അതിൻ്റെ വീഡിയോയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവനും. അപ്പോൾ ഈ കഷ്ടപ്പാടിൻ്റെ പ്രതിഫലമായിട്ട് നിങ്ങളൊരു ലൈക്കെങ്കിലും തരാൻ മടിക്കല്ലേ കേട്ടോ. പ്ലീസ്, നമ്മുടെ ഒരു അപേക്ഷയാണ് കേട്ടോ, എൻ്റെ ഒരു അപേക്ഷയാണ്. നിങ്ങളൊരു ലൈക്കെങ്കിലും തന്നിട്ട് പോകണം കേട്ടോ ഈ വീഡിയോയ്ക്ക്. പിന്നെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എത്രത്തോളം ഇഷ്ടപ്പെട്ടു, പിന്നെ അതിൻ്റെയൊക്കെ ഫീഡ്ബാക്കും എല്ലാം താഴെയുള്ള കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. ഇതുപോലുള്ള വീഡിയോകളൊക്കെ ഇഷ്ടമാണോ എന്നുള്ളതും നിങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഇങ്ങനത്തെ നമ്മൾ ഒരുപാട് വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെയൊക്കെ വീഡിയോകൾ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാർ നമ്മുടെ ചാനലിൻ്റെ പേജിലൊന്ന് കയറി നോക്കുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിലും ആ തരത്തിലുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മളെ കൂടാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നൊരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോം ടൂർ ചെയ്യുമെന്ന്. ആ ഒരു കമൻറ്റിന് തന്നെ 3-4 ലൈക്കും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഒന്നുമില്ല. നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മൾ ചെറിയൊരു ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് കൂട്ടുകാരെ നമുക്കായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവർ വന്നെങ്ങാണ്ട് ഒരു അഭിപ്രായം പറയുമ്പോൾ, അതല്ലെങ്കിൽ അവർക്കൊരാഗ്രഹം പറയുമ്പോൾ നമ്മളത് സാധിച്ചു കൊടുക്കണം. പിന്നെ ഇത്രയും ദിവസം എനിക്കത് സാധിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി അങ്ങോട്ടാണെങ്കിലും കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമുക്ക് വീഡിയോ പിടിക്കാനുള്ളൊരു സാഹചര്യം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഒരു ഹോം ടൂറായിട്ട് ചെയ്യാത്തത്. അപ്പോൾ ഇൻഷാ അല്ലാ എന്നാണെങ്കിലും കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു വീഡിയോ വരും എന്നൊരു പ്രതീക്ഷയിൽ നിങ്ങൾ ഇരിക്കണം കേട്ടോ. കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും ഞാനൊരു വീഡിയോ ചെയ്യണ്ട്. പിന്നെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരഭിപ്രായം, നിങ്ങളുടെ എല്ലാവരുടെയും ഒരു അഭിപ്രായം താഴെ ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ.
ചേരിൻ്റെ പുറത്തുനിന്ന് എല്ലാ പുളിയും തന്നെ ഞാൻ മുറത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു 3/4 ഭാഗത്തോളം പുളി ഉണങ്ങി കേട്ടോ. പിന്നെ അതേ ഇത്ര പുളി മാത്രമല്ല ഉണങ്ങാത്തത്. ഇത് ഞാൻ തിരിച്ച് ചേരിൻ്റെ പുറത്തേക്ക് തന്നെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ള നെറ്റുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ നിന്നായിട്ട് പുളിയെല്ലാം ഉണങ്ങാത്തതൊക്കെ താഴത്തെ ചേരിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ രാവിലത്തെ ഒരു പണിയാണ് കേട്ടോ. കാരണം ഞാൻ ഈ പുളി ഇങ്ങനെ ചേരിൻ്റെ പുറത്തേക്ക് മാറ്റിയിടുന്നത് രാവിലെ തീ കൊടുക്കണതിൻ്റെ മുമ്പാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരമായി കഴിയുമ്പോൾ പുളിയെല്ലാം ഉണങ്ങി ചൂടൊക്കെ മാറി ഇങ്ങനെ നിൽക്കുന്ന സമയമല്ലേ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇതിൻ്റെ ഉണക്കം തണുത്തിരിക്കുമ്പോഴാണ് കേട്ടോ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് ഉണങ്ങിയ പുളിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഉണങ്ങാത്ത പുളിയൊക്കെ ചേരിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഉണങ്ങും കേട്ടോ. ഈ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ള നെറ്റിൻ്റെ പുറത്ത് അവിടെ കിടന്നുകൊണ്ട് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ താമസിക്കും. അതാകുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ പുക കൊടുത്തുകൊണ്ടിരിക്കണം. അത്രയും ഉയരത്തിലേക്ക് പുക കിട്ടിയും അത് പയ്യെ ചൂട് കയറി നല്ലതായിട്ട് ഉണങ്ങിയെടുക്കുമ്പോഴേക്കും നമുക്കൊരു മാസത്തോളമൊക്കെ പിടിക്കും കേട്ടോ. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേരിൻ്റെ പുറത്തേക്ക് മുകളിൽ നിന്നുള്ളതൊക്കെ താഴത്തേക്ക് പറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണക്കിയെടുക്കാം. അങ്ങനെ അതെ 2 തട്ട് മുകളിൽ നിന്നുള്ള 2 തട്ട് കമ്പി നെറ്റ് കാലിയായിട്ടുണ്ട്. ഇനി അടിയിൽ കിടക്കണേ ഒരു നെറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് 2 നെറ്റും കൂടി ഞാൻ ഉണങ്ങാത്തതൊക്കെ എടുത്തും ചേരിൻ്റെ പുറത്തേക്ക് വെച്ച് ഉണങ്ങിയതൊക്കെ ഞാൻ എടുത്ത് പറക്കി മാറ്റുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രത്തോളം പുളി നമുക്ക് ഉണങ്ങിയത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പുളിയും കൂടെ ഉണങ്ങാനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കട്ടെ. നമുക്ക് ഉണങ്ങിയത് നമുക്ക് ഒരു മുറ നിറച്ചുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ഉണ്ടെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റ് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലേക്ക്, ഇതാകുമ്പോൾ വിയർപ്പ് ഒന്നും ഉണ്ടാവില്ല. ശരിക്കും ചൂട് മാറിയതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കുന്നത്. പിന്നെ ആവശ്യമുള്ള ആൾക്കാർക്ക് നമുക്ക് ഇതിനകത്തുനിന്ന് കുറേശ്ശെയായിട്ട് തൂക്കിയെടുത്ത് മാറ്റി കൊടുക്കാനും പറ്റും. ഇതാകുമ്പോൾ വലിയൊരു കവറിലേക്ക് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കവറിൽ തന്നെ പുളിയായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സൗകര്യം പോലെ അങ്ങനെ ചെയ്യുന്നത്. കുറേശ്ശെ ആദ്യം ഉണങ്ങിയ പുളിയൊക്കെ വാരി മുറത്തിലിട്ട് വെച്ചത് ഞാനൊരു കവറിലേക്ക് ഇട്ട് വെച്ചു. അങ്ങനെ ദേ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതൊരു 6 കിലോ പുളിയാണ് കേട്ടോ ആദ്യം ഉണങ്ങി വെച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയുള്ള പുളി ഉണങ്ങുന്നത് ഞാൻ വീഡിയോയിൽ എടുത്തില്ല. കാരണം അത്രയും നമ്മളെല്ലാ പ്രോസസ്സിങ്ങും കാണിച്ചല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ അങ്ങോട്ട് വാരി വെക്കണമെന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല. മൊത്തത്തിൽ ഇത്രയും പുളിയുണ്ട് കേട്ടോ. 15 കിലോ പുളി ഉണ്ടായിരുന്നു. അതിൽ 3 കിലോ പുളി വിറ്റു കേട്ടോ. നല്ല പുളി തന്നെയാണ് കേട്ടോ. നല്ല പുളിയുള്ള നല്ല കുടംപുളിയാണ് കേട്ടോ. മീൻകറിയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലുതാണെങ്കിൽ ഒരെണ്ണം ഇട്ട് കൊടുത്താൽ മതി, ചെറുതാണെങ്കിൽ 2 എണ്ണം ഇട്ടാൽ മതി കേട്ടോ. ആ ഒരു കറിക്ക് പാകത്തിനുള്ള പുളി കൂടാനുള്ള പുളി തന്നെ ഉണ്ട് കേട്ടോ. ഒരുപാട് പുളിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. അങ്ങനെ പുളിയൊക്കെ ഉണക്കലൊക്കെ കഴിഞ്ഞ് പുളിയെല്ലാം പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടോ. നമ്മൾ ചേര് ഞാൻ കെട്ടി ഇത് അഴിച്ച് മാറ്റിയിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വരുമോ, വേറെ എന്തെങ്കിലും നമുക്ക് ഉണക്കാനെടുക്കുമോ, അല്ലെങ്കിൽ കുറച്ച് ജാതിക്കായൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഇടുകയോ, ജാതിപത്രിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇടുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ചേരുതേ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. കെട്ടി അഴിച്ച് മാറ്റിയിട്ടൊന്നുമില്ല. കാരണം നമുക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലത് അവിടെ കിടക്കണുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ അഴിച്ച് മാറ്റിയിട്ടില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പോൾ എടുക്കാം. പിന്നെ നമ്മൾ അടുപ്പും തറയൊക്കെ അങ്ങോട്ട് ഞാൻ കട്ടയൊക്കെ മാറ്റിയിട്ടോ. കട്ടയതായി ഈ സൈഡിലാണ് ഞാൻ കട്ട വെക്കാറ്. ആവശ്യമുള്ളപ്പോൾ അത് അവിടെ നിന്ന് എടുക്കും. അതല്ലെങ്കിൽ ആവശ്യം കഴിയുമ്പോൾ അത് അവിടെ തന്നെ ഒതുക്കി വെക്കും കേട്ടോ. മറിഞ്ഞ് ചാടുമൊന്നുമില്ല. നല്ല ഇതിൽ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ അടുപ്പും തറയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തുട്ടോ. അപ്പോൾ അടുക്കളയിൽ പണികളൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും അടുപ്പും തറ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെയുള്ള കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. വീണ്ടും അത് തന്നെ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു സ്മൈലി ആയിട്ടെങ്കിലും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.